ഹലോ, ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ സ്റ്റഡി ഓഫ് പോയട്രി ബൈ മാത്യു അർണോൾഡിന്റെ തേർഡ് പാർട്ടാണ്. അപ്പം അതിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം എന്താണ് അക്കോർഡിംഗ് ടു ഹിം വാട്ട് ഈസ് ദ എയിം ഓഫ് പോയട്രി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹം പോയട്രി ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ സയൻസ് ആൻഡ് ഫിലോസഫി ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ പോയട്രി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ടച്ച് സ്റ്റോൺ മെത്തേഡ് ഓഫ് ആർണോൾഡ് ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു എസ്സേ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ടി എച്ച് വാർഡിന്റെ ആന്ത്രോളജി ആയിട്ടുള്ള ദ ഇംഗ്ലീഷ് പോയറ്റ്സ്. വൺ മാർക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണെങ്കിൽ ഈ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ടി എച്ച് വാർഡിന്റെ ആന്ത്രോളജി ആയിട്ടുള്ള ദ ഇംഗ്ലീഷ് പോയറ്റ്സ് എന്നാണ്. 1880 അത് എഴുതിയിരുന്നത്. ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തത് അതിലാണ്. പിന്നീടാണ് എസ്സേ ആൻഡ് ക്രിറ്റിസിസം എന്ന് പറയുന്ന അതിന്റെ സെക്കൻഡ് സീരീസിൽ പബ്ലിഷ് ചെയ്തത്. പിന്നെ ഫ്യൂച്ചർ ഓഫ് പോയട്രി എന്ന് പറയുന്നത് ഇമ്മൻസ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇതിന് ഹൈ ഡെസ്റ്റിനീസ് ഉണ്ട്. അതുപോലെ നമ്മുടെ മനുഷ്യകുലം എന്ന് പറയുന്നത് അവർ റേസ് അവർക്ക് എന്താണ് ഷുവറർ ആൻഡ് ഷുവറർ സ്റ്റേ എന്നാണ്. നമുക്ക് ഒരു ഉറപ്പുള്ള ഒരു ഇരിപ്പിടം ലഭിക്കുന്നത് കവിതയിൽ മാത്രമാണ്, മറ്റു മേഖലയിലല്ല. സയൻസിലോ അതുപോലെ തന്നെ റിലീജിയനിലോ പിന്നെ ഫിലോസഫിയിലോ ഒന്നും അല്ല എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ മതം എന്ന് പറയുന്നത്, റിലീജിയൻ എന്ന് പറയുന്നത് അത് ഫാക്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഈ ഫാക്റ്റ് എന്ന് പറയുന്നത് ഒറിജിനൽ ഫാക്റ്റ് അല്ല, സപ്പോസ്ഡ് ഫാക്റ്റ് മാത്രമാണ്. അവർ ഊഹിക്കുക മാത്രമാണ് ചെയ്യുന്നത്, അല്ലാതെ അത് അവർക്ക് കാണിച്ചു തരാനും കാണാനും ഒന്നും പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ കവിതക്കാണെങ്കിൽ ദ ഐഡിയ ഈസ് എവറിത്തിങ്, ഐഡിയക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പിന്നെ കവിതകൾ എന്നെന്നും നിലനിൽക്കുന്നതായിരിക്കും. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ മിഥ്യയാണ്, മായയാണ്. പക്ഷെ കവിത റിയൽ ആണ്. ദ ഐഡിയ ഇസ് ദ ഫാക്ട്. ദ സ്ട്രോങ്ങസ്റ്റ് പാർട്ട് ഓഫ് അവർ റിലീജിയൻ ടുഡേ ഈസ് ഇറ്റ്സ് അൺകോൺഷ്യസ് പോയട്രി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ മതത്തിൽ പോലും ഏറ്റവും കൂടുതൽ അവർ പോയട്രിക്ക് എന്താണ് അൺകോൺഷ്യസ് ആയിട്ട് ആണെങ്കിലും പോലും പ്രാധാന്യം നൽകുന്നുണ്ട് എന്നുള്ളതാണ് ശരി. ഓക്കെ, അതുപോലെ തന്നെ ഐഡിയ പ്രാധാന്യം ഉണ്ട് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് തോട്ട്. ദ തോട്ട് വിച്ച് ഷുഡ് ഗോ വിത്ത് അസ് ആൻഡ് ഗവേൺ അസ് ഇൻ ഓൾ അവർ സ്റ്റഡി ഓഫ് പോയട്രി. ഈ തോട്ടാണ് നമ്മുടെ ഈ സ്റ്റഡി ഓഫ് പോയട്രിയിൽ നമ്മെ നിയന്ത്രിക്കുന്നത് തന്നെ തോട്ടാണ്. It is the cause of one great contributory stream to the world river of poetry that we are invited to. അപ്പോൾ അവിടെ ചെറിയൊരു കമ്പാരിസൺ നടത്തിയതാണ്. ഈ കമ്പാരിസണിൽ എന്താ പറഞ്ഞത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, നമ്മുടെ ഈ ഒരു പുഴയാണ്, ഈ ലോകം ഒരു പുഴയാണ്, അല്ലെങ്കിൽ ആ ലോകത്തെ അദ്ദേഹം കവിതയോടാണ് ഉപമിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു ഗതിയാണ് നമ്മുടെ കവിതയിലൂടെ കിട്ടുന്ന നമ്മുടെ ആശയങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ആശയങ്ങൾ നമുക്ക് കവിതയിലൂടെ കിട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ വി ആർ ഇൻവൈറ്റഡ് ടു ട്രേസ് ദ സ്ട്രീം ഓഫ് ഇംഗ്ലീഷ് പോയട്രി. അപ്പോൾ ഈ ഒരു ഇംഗ്ലീഷ് പോയട്രിയുടെ ആ ഒരു അരുവിയെ നമ്മൾ പിന്തുടരേണ്ടത് നമ്മുടെ, അല്ലെങ്കിൽ പിന്തുടരാൻ വേണ്ടി നമ്മളെ ക്ഷണിച്ചിരിക്കുകയാണ്. ഓക്കെ, പിന്നെന്താ നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ? ഓക്കെ, എന്താണ് പിന്നെയും നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. എന്താണ് ഹയർ യൂസസ് ആൻഡ് എന്താണ് ഹയർ ഡെസ്റ്റിനീസ്. ഈ പോയട്രിയുടെ ഹയർ ഡെസ്റ്റിനീസ് നമ്മൾ കണ്ടെത്തുക തന്നെ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ സാധാരണ കാര്യങ്ങൾ അല്ലെങ്കിൽ സാധാരണ കാര്യങ്ങളെ കാണുന്നത് പോലെ നമ്മൾ കവിതയെ കാണാൻ പാടില്ല. അതുപോലെ ഹൈ അല്ലെങ്കിൽ എലിവേറ്റഡ് ഡിക്ഷൻ ആണ് അതിൽ ഉപയോഗിക്കേണ്ടത്, അല്ലാതെ സാധാരണ വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു. And more mankind will discover that we have to turn to poetry to interpret life, to console us, to sustain us. അപ്പോൾ നേരത്തെ പറഞ്ഞതാണ് നമ്മൾ എന്തിനാണ് കവിതയിലേക്ക് തിരിയുന്നത്, കവിത എന്തിനാണ് നമ്മൾ പഠിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ to interpret life for us, to console us and to sustain us. നമ്മളെ സമാശ്വസിപ്പിക്കാനും നമ്മളെ നിലനിർത്താനും നമ്മുടെ ജീവിതത്തെ എന്താണ്
ഇന്റർപ്രറ്റ് ചെയ്യാനും ഒക്കെയാണ് ഈ കവിതയിലേക്ക് നമ്മൾ തിരിയേണ്ടത് എന്നാണ് പറയുന്നത്. പിന്നെ കവിത ഇല്ലെങ്കിൽ നമ്മുടെ ശാസ്ത്രം പോലും ഇൻകംപ്ലീറ്റ് ആയിരിക്കും എന്ന് പറയുന്നു. ആൻഡ് മോസ്റ്റ് ഓഫ് വാട്ട് നൗ പാസസ് വിത്ത് അസ് ഫോർ റിലീജിയൻ ആൻഡ് ഫിലോസഫി. അപ്പോൾ അതേപോലെ തന്നെ ഈ ശാസ്ത്രം പിന്നെ എന്താണ്, നമ്മുടെ ശാസ്ത്രം ഇൻകംപ്ലീറ്റ് ആണ് എന്നതുപോലെ തന്നെ നമ്മുടെ മതവും തത്വചിന്തയും കവിത ഇല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആണ് എന്ന് പറഞ്ഞു. പിന്നെ വില്യം വേർഡ്സ്വർത്തിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം പോയട്രിയെ കുറിച്ച് പറഞ്ഞ എന്താണ് അദ്ദേഹം ആദ്യം പറഞ്ഞത് പോയട്രിയെ കുറിച്ചിട്ട്? അറിയോ? The impassioned expression which is in the countenance of all science. പോയട്രിയെ കുറിച്ച് പറഞ്ഞ the impassioned expression which is in the countenance of all science. വില്യം വേർഡ്സ്വർത്ത് രണ്ടാമതായിട്ട് പിന്നെ പറയുന്നത് the breadth and finer spirit of all knowledge. ഈ കവിത എന്ന് പറയുന്നത്, പോയട്രി എന്ന് പറയുന്നത് the breadth and finer spirit of all knowledge. നമുക്ക് എല്ലാ അറിവും നൽകുന്നത് ഒരു കൂമ്പാരം തന്നെയാണ് പോയട്രി എന്ന് അദ്ദേഹം പറയുന്നത്. ഓക്കെ, പിന്നെ അദ്ദേഹം പറഞ്ഞ എന്താണ്, സ്റ്റാൻഡേർഡ് ഓഫ് പോയട്രിയെ കുറിച്ച് പറഞ്ഞു. നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഒരു ഹൈ സ്റ്റാൻഡേർഡ് കൊടുക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് പറഞ്ഞു. പിന്നെ സെയിന്റ് ബ്യൂവ് അദ്ദേഹം നെപ്പോളിയന്റെ വാക്കുകൾ എടുത്ത് പറഞ്ഞു. എന്താണ് പറഞ്ഞത് ഓർമ്മ ഉണ്ടോ? അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച്, നെപ്പോളിയന്റെ മുന്നിൽ വെച്ച് ആരെങ്കിലും ചാർലാറ്റൻ എന്ന് ഉച്ചരിക്കുകയാണെങ്കിൽ എന്ന് പറയാം. അപ്പൊ അവിടെ ചാർലാറ്റൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ചാർലാറ്റനിസം ഇൻ പൊളിറ്റിക്സ്, ഇൻ ദ ആർട്ട് ഓഫ് ഗവേണിംഗ് മാൻകൈൻഡ്, ദാറ്റ് ഈസ് പെർഹാപ്സ് ട്രൂ. രാഷ്ട്രീയത്തിലാണെങ്കിലും അതുപോലെ ആളുകളെ നിയന്ത്രിക്കുന്നതിലാണെങ്കിലും ചാർലാറ്റനിസം ഉണ്ട്, ഒരു അവ്യക്തത, ഒരു അപൂർണത ഉണ്ട്. ദർ ഇസ് നോ പക്ഷേ കവിതയിൽ ദർ ഇസ് നോ ചാർലാറ്റനിസം. ആർട്ടിലാണെങ്കിലും തോട്ടിലാണെങ്കിലും ഗ്ലോറിയിലാണെങ്കിലും ഓണറിലാണെങ്കിലും അതിലൊന്നും ചാർലാറ്റനിസം ഇല്ല എന്ന് പറയും. ഓക്കെ, അതുപോലെ ഇൻ പോയട്രി വിച്ച് ഇസ് തോട്ട് ആൻഡ് ആർട്ട് ഇൻ വൺ. കവിത എന്ന് പറയുന്നത് ചിന്തയും അതുപോലെ തന്നെ ആർട്ടും കൂടി ചേർന്നതാണ് ഈ കവിത എന്ന് പറയുന്നത്. അപ്പൊ ആ കവിതയിൽ there is no charlatanism, that this noble sphere be kept inviolate and inviolable. പിന്നെ ചാർലാറ്റനിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് obliterating the distinctions between the excellent and inferior, excellent inferior, അങ്ങനെ ആ ഒരു വ്യത്യാസം കാണിക്കാനാണ്. അല്ലെങ്കിൽ സൗണ്ട് ആൻഡ് അൺസൗണ്ട്, അത് നല്ലത് ചീത്തത് അല്ലെ, ഓൺലി ഹാഫ് സൗണ്ട് ഓർ ഓൺലി ഹാഫ് സൗണ്ട് എന്ന് പറയാം അതിന്റെ ഇടയിലുള്ളത്, അല്ലെങ്കിൽ സത്യം അല്ലെങ്കിൽ സത്യമല്ലാത്തത്, അല്ലെങ്കിൽ ഹാഫ് ട്രൂ, പകുതി സത്യം. അപ്പൊ അതിനൊക്കെ സൂചിപ്പിക്കാനാണ് ഈ ചാർലാറ്റനിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അങ്ങനത്തെ ഒരു പകുതി സത്യം അല്ലെങ്കിൽ പകുതി നല്ലത് അല്ലെങ്കിൽ പിന്നെ കുറച്ച് നല്ലത്, അങ്ങനെ ഒരു സംഭവം കവിതയിലില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, എന്നാൽ ഇറ്റ് ഈസ് ചാർലാറ്റനിസം കോൺഷ്യസ് ഓർ അൺകോൺഷ്യസ് whenever we confuse or obliterate these. ഓക്കെ, നമ്മള് എന്താണ് സ്വബോധത്തോടു കൂടിയോ അല്ലെങ്കിൽ അബോധമായിട്ടോ അല്ലെങ്കിൽ കരുതി കൂട്ടിയോ അല്ലെങ്കിൽ കരുതി കൂട്ടാതെയോ ഇങ്ങനെ നമ്മൾ ചാർലാറ്റനിസം എന്ന് പറയുന്ന സംഭവം നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഇൻ പോയട്രി ഇറ്റ് ഈസ് അൺകോൺ. പക്ഷെ പോയട്രിയിൽ അത് പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു ഗ്രേഡിങ് സ്കെയിൽ എടുക്കുകയാണെങ്കിൽ അതിൽ ഗുഡ്, പിന്നെ ആവറേജ്, ബാഡ്, അങ്ങനെയുള്ള സ്കെയിലിൽ ഉണ്ടാവില്ല. ഏതിൽ? കവിതയിൽ മാത്രം. ബാക്കിയുള്ളതിലൊക്കെ ഉണ്ടാവും, ജീവിതത്തിലൊക്കെ ഉണ്ടാവും, പക്ഷെ കവിതയിൽ അത് പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ പാരമൗണ്ട് പിന്നെ ഇൻ പോയട്രി as in criticism of life under the conditions fixed for such a criticism by the laws and poetic truth and poetic beauty, the spirit of our race. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, പിന്നെ നമ്മുടെ കവിതയിൽ പോയറ്റിക് ട്രൂത്ത് ഉണ്ട്, അതുപോലെ പോയറ്റിക് ബ്യൂട്ടി ഉണ്ട്. നമ്മുടെ സത്യമുണ്ട്, അതുപോലെ അതിന്റെ ഭംഗിയുണ്ട്, കാവ്യ ഭംഗിയുണ്ട്. കാവ്യ സത്യവും കാവ്യ ഭംഗിയും. ആ കാവ്യ സത്യവും കാവ്യ ഭംഗിയുമാണ് നമ്മളെ ജീവിക്കാൻ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു കൺസോലേഷൻ, ഒരു സമാശ്വാസം നമുക്ക് നൽകുന്നത്
ഈ കാവ്യ സത്യവും കാവ്യ ഭംഗിയും ഒക്കെ ആണ് എന്ന് ഞാൻ പറയും. ഓക്കെ ഓക്കെ ഇനി അടുത്തത് പുതിയ ഭാഗമാണ് നമ്മൾ എടുക്കാൻ പോവാണ്. റെഡി അല്ലേ എല്ലാരും? ഓക്കെ ഇതില് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്നും അങ്ങനൊന്നും ഇല്ല. അതായത് കുറച്ച് വാസ്തവങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ സ്റ്റഡി ഓഫ് പോയട്രിയില് പോയട്രി എന്തിനാണ് പഠിക്കുന്നത് എന്നാണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണ്? ഇപ്പൊ കവിത എന്തിനായിരിക്കണം കവിത എഴുതേണ്ടത്? കവിത എഴുതേണ്ടത് മാത്രമല്ല കവികളെ നമ്മൾ പഠിക്കുന്നത് എന്തിനായിരിക്കണം? അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ഈ ഒരു കവിതയിൽ ഈ ഒരു ക്രിട്ടിക്കൽ വർക്കിൽ പറയുന്നത്. വലിയൊരു ചാപ്റ്റർ ആണ്. ഓക്കെ അപ്പോൾ കുറച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ നമ്മളിങ്ങനെ കേട്ടിട്ട് ഒരു മനസ്സിൽ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ക്ലാസ്സിന്റെ ഉദ്ദേശം. ഓക്കെ എന്താണ് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ? ഇപ്പൊ കുറെ കാര്യങ്ങൾ നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിലുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ റിവൈസ് ചെയ്തപ്പോൾ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഇനി നോക്കാം. ഇനി പറയുന്നത് അദ്ദേഹം ബട്ട് ദ കൺസോലേഷൻ നമ്മൾ പറഞ്ഞു in poetry as in criticism of life under the conditions fixed for such a criticism by the laws of poetic truth and poetic beauty, the spirit of our race will find as time goes on and as other helps fail its consolation and stay. ബാക്കിയുള്ള എന്ത് തെറ്റിയാലും ബാക്കിയുള്ള ഏത് ഒരു മേഖലയിൽ നമ്മൾ തളർന്നാലും കവിതയിൽ നമുക്ക് എന്ത് പറ്റും? നമുക്കൊരു സമാശ്വാസം കണ്ടെത്താൻ പറ്റും. അവിടെ നമുക്കൊരു ഉറച്ച പ്രതലം തന്നെയാണത്. ഓക്കെ ഒരു ഉറപ്പുണ്ട്. നമുക്ക് ഉറച്ചു നിൽക്കാൻ പറ്റിയ ഒരു മേഖലയാണ് കവിത എന്ന് പറയുന്നത്. ഓക്കെ ഈ ഒരു കൺസോലേഷൻ നമുക്ക് ആ ഈ ഒരു സമാശ്വാസം എന്ന് പറയുന്നത് and stay will be of power in proportion to the power of the criticism of life. നിങ്ങൾക്ക് ഈ കവിതയിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു കൺസോലേഷൻ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ദ പവർ ഓഫ് ദ ക്രിറ്റിസിസം ഓഫ് ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിന്റെ എന്താണ് നിരൂപണത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ശക്തിക്ക് ഈക്വൽ ആണ് കവിതയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സമാശ്വാസമായ കൺസോലേഷൻ ആയിട്ടുള്ള ആ ഒരു പവർ. ഓക്കെ കവിതയിൽ നിന്ന് കിട്ടുന്നത് എന്തുപോലെയാണ്? നിങ്ങളുടെ ജീവിതത്തിൽ നിന്നുള്ള ആ ഒരു ശക്തിയാണ്. ജീവിതത്തിന്റെ ആ ഒരു നിരൂപണത്തിൽ നിന്ന് കിട്ടുന്ന അതേ ശക്തി തന്നെയാണ് നിങ്ങൾക്ക് കവിതയിൽ നിന്നും കിട്ടുന്നത് എന്ന് അദ്ദേഹം പറയും. Okay the criticism of life will be of power in proportion as the poetry conveying it is excellent rather than unsound or half sound. ഞാൻ പറഞ്ഞു ഈ ചാർലാറ്റനിസം എന്ന് പറയുന്ന ഒരു സംഭവം എന്തിലില്ല? കവിതയിലില്ല എന്ന് പറയുന്നു. അതിൽ ഹാഫ് ട്രൂ ഹാഫ് സൗണ്ട് അല്ലെങ്കിൽ അൺട്രൂ എന്നുള്ള ആ ഒരു സംഭവമില്ല. ഒക്കെ ഹൈ ക്വാളിറ്റിയാണ്, ഹൈ ഡെസ്റ്റിനിയാണ് കവിതയിലുള്ളത്. ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് ഇദ്ദേഹം പറയുന്നത് the criticism of life will be of power in proportion as a poetry conveying it is excellent rather than unsound. ആ പോയട്രിയിലുള്ളത് ഈ എക്സലന്റ് ആയിട്ടുള്ള ക്വാളിറ്റിയാണ്, ഹൈ ഡെസ്റ്റിനിയാണ്, ഹൈ എന്താണ് പിന്നെ ഹൈ സീരിയസ്നെസ് ആണ് നമുക്ക് പോയട്രിയിലൂടെ കിട്ടുന്നത്. അപ്പോൾ ഈ നമ്മൾക്ക് കിട്ടുന്ന ജീവിതത്തിന്റെ നിരൂപണത്തിൽ നിന്ന് കിട്ടുന്ന ക്രിറ്റിസിസം ഓഫ് ലൈഫിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പവർ ഉണ്ട്. യഥാർത്ഥത്തിൽ അതേ പവർ അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറമായിട്ടുള്ള ഒരു പവർ നമ്മുടെ കവിതയിൽ നിന്നും നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് ഇദ്ദേഹം പറയാം. ഓക്കെ അപ്പൊ അവിടെ ഒരു ഹാഫ് സൗണ്ട് എന്നോ അൺസൗണ്ട് എന്നോ അൺട്രൂ എന്നോ ഹാഫ് ട്രൂ എന്നോ അങ്ങനത്തെ സംഭവം ഒന്നുമില്ല. ഓക്കെ ഒരു ഹൈ ക്വാളിറ്റി മാത്രമേ ഏതിലുള്ളൂ? നമ്മുടെ കവിതയിലുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജീവിതത്തിന്റെ നിരൂപണത്തിൽ നിന്ന് കിട്ടുന്ന അതേ പവർ നിങ്ങൾക്ക് കവിതയിൽ നിന്ന് കിട്ടും. The best poetry will have a power of forming, sustaining and delighting us. അപ്പൊ ഒരു നല്ല കവിത ആവണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ആ കവിത നിങ്ങൾക്ക് എന്തൊക്കെ പവറാണ് കിട്ടേണ്ടത്? നിങ്ങൾക്ക് രൂപം എന്താണ് ഫോം ചെയ്യാനുള്ള, സസ്റ്റെയിൻ ചെയ്യാനുള്ള, നിങ്ങളെ എന്താണ് ഡിലൈറ്റ് ചെയ്യാനുള്ള, നിങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള, ഓക്കെ
വേറൊന്നിനും കിട്ടാത്ത, മറ്റൊരു കാര്യത്തിനും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. നിങ്ങളെ രൂപപ്പെടുത്താനും നിങ്ങളെ നിലനിർത്താനും നിങ്ങൾക്ക് സന്തോഷമേകാനും ഒക്കെ കഴിയുന്നതാവണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. അപ്പൊ ആ ബെസ്റ്റ് പോയട്രി എന്തൊക്കെ ചെയ്യണം? സോ നമ്മളെ ഫോം ചെയ്യണം, സസ്റ്റെയിൻ ചെയ്യണം, നേരത്തെ പറഞ്ഞതാണ് സസ്റ്റെയിൻ. പിന്നെന്താണോ? ഡിലൈറ്റ് ചെയ്യണം. ഈ ഡിലൈറ്റ് എന്നുള്ളത് പ്രത്യേകം അണ്ടർലൈൻ ചെയ്യണം. എന്താ ഡിലൈറ്റ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാൻ കാരണം? വാട്ട് ഈസ് ദ എയിം ഓഫ് പോയട്രി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്ലാറ്റോക്ക് ഡിലൈറ്റ് അല്ല. എന്താണ് പ്ലാറ്റോയുടെ അഭിപ്രായത്തിൽ? ദ എയിം ഓഫ് പോയട്രി ഈസ് ടു ഇൻസ്ട്രക്ട് റാദർ ദാൻ ടു പ്ലീസ് എന്നായിരുന്നു. അരിസ്റ്റോട്ടലിന്റെ അഭിപ്രായത്തിലോ ഇതാണ്, എന്താണ്? ദ എയിം ഓഫ് പോയട്രി ഈസ് ടു പ്ലീസ് റാദർ ദാൻ ടു ഇൻസ്ട്രക്ട് എന്നാണ്. ആളുകളെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ബട്ട് ടീച്ചിങ് ഈസ് നോട്ട് റൂൾഡ് ഔട്ട് when it is incidental to it എന്നുള്ളത് ഏത് പ്ലാറ്റോ പറഞ്ഞു, അരിസ്റ്റോട്ടിൽ പറഞ്ഞു. ഓക്കെ, വില്യം വേർഡ്സ്വർത്ത് പറഞ്ഞ എന്താണ്? വില്യം വേർഡ്സ്വർത്തിന്റെ അഭിപ്രായത്തിലും ഡിലൈറ്റ് ആണ്. എന്നാൽ കോൾറിഡ്ജ് പറഞ്ഞ എന്താണ്? ഡിലൈറ്റ് മാത്രമല്ല, എന്താണ്? ഒരു ഇമാജിനേറ്റീവ് പവർ നമുക്ക് പിന്നെ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് കവിത എന്ന് പറഞ്ഞു. ഓക്കെ, ഒരു ഇമാജിനേഷൻ ആണ് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ഓക്കെ, അവിടെ വെറും എന്താണ് പിന്നെ പ്ലഷർ മാത്രമല്ല, പ്ലഷറും അവിടെ നമ്മൾ കോൾറിഡ്ജിനെ പറഞ്ഞ ബയോഗ്രഫിയ ലിറ്ററേറിയ എടുത്ത സമയത്ത് പറഞ്ഞിരുന്നു, എന്താണ് അവിടെ ദ ഇൻസ്റ്റന്റ് എയിമും ദ അൾട്ടിമേറ്റ് എയിമും ഉണ്ട് അല്ലേ? കോൾറിഡ്ജിന്റെ ഇതിൽ പറഞ്ഞു, ദ ഇൻസ്റ്റന്റ് എയിം ഓഫ് പോയട്രി ഈസ് നോട്ട് പ്ലഷർ ബട്ട് ഇൻസ്ട്രക്ഷൻ, പിന്നെ എന്താണ് ടീച്ചിങ് അല്ലേ? ആൻഡ് ദ അൾട്ടിമേറ്റ് എയിം ഓഫ് പോയട്രി ഈസ് പ്ലഷർ. അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത് അന്ന്? ഓർമ്മ ഉണ്ടോ? ഹലോ ഹലോ, ഓർമ്മയില്ലേ? ആർക്കും ഓർമ്മയില്ലേ? ഓക്കെ, പ്രോസിന്റെ നേരെ തിരിച്ചാണ്, പോയട്രിയുടേത് നേരെ തിരിച്ചും. അതായത് പിന്നെ ഇൻസ്റ്റന്റ് എയിമുണ്ട്, അൾട്ടിമേറ്റ് എയിമുണ്ട് കോൾറിഡ്ജിന്റെ പറഞ്ഞ സമയത്ത്. ഓക്കെ, പക്ഷെ ഇദ്ദേഹത്തിന്റെ എയിം നോക്കൂ. ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ വാട്ട് ഈസ് ദ എയിം ഓഫ് പോയട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ഗിവ് എ പവർ ഓഫ് ഫോമിങ്, സസ്റ്റെയിനിങ് ആൻഡ് ഡിലൈറ്റിംഗ് അസ്. നമുക്ക് ഒരു രൂപം, എന്താണ്, ഒരു രൂപപ്പെടുത്താൻ, നമ്മുടെ സ്വഭാവത്തെ രൂപപ്പെടുത്താൻ, നമ്മെ നിലനിർത്താൻ, നമ്മെ സന്തോഷിപ്പിക്കാൻ. അപ്പൊ അത് പ്രത്യേകം നോട്ട് ചെയ്യണം. ഏർണോൾഡാണ് പറയുന്നത്, ഫോം, സസ്റ്റെയിൻ ആൻഡ് ഡിലൈറ്റ്. നമ്മെ സന്തോഷിപ്പിക്കണം, വെറും ടീച്ചിങ് മാത്രമല്ല. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നോക്കൂ. എ ക്ലിയറർ ഡീപ്പർ സെൻസ് ഓഫ് ദ ബെസ്റ്റ് ഇൻ പോയട്രി and of the strength and joy to be drawn from it is the most precious benefit which we can gather from a poetical collection such as the present. Okay, എന്താണ് നമുക്കൊരു പോയട്രി കളക്ഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എന്ത് സംഭവമാണ്? വളരെ വ്യക്തമായിട്ടുള്ള, വളരെ ആഴത്തിലുള്ള എ സെൻസ് ഓഫ് ദ ബെസ്റ്റ് ഇൻ പോയട്രി. വളരെ എന്താണ് ആഴത്തിലുള്ള, വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി നമുക്ക് എഴുതുന്ന കിട്ടണം, കവിതയിൽ നിന്ന് കിട്ടണം. എന്താണത്? ആൻഡ് ഓഫ് ദ സ്ട്രെങ്ത് ആൻഡ് ജോയ്. ആ ഒരു പവർ, ഒരു അതുപോലെ തന്നെ ആ പവർ മാത്രമല്ല, ഒരു സന്തോഷം, ജോയ് ടു ബി ഡ്രോൺ ഫ്രം ഇറ്റ്, ദ മോസ്റ്റ് പ്രഷ്യസ് ബെനിഫിറ്റ്. ആ കവിതയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടണം? സ്ട്രെങ്ത് ആൻഡ് ജോയ്. നമുക്ക് ജീവിക്കാനുള്ള ഒരു സ്ട്രെങ്ത് കിട്ടണം. മാത്രമല്ല ഡിലൈറ്റ് നേരത്തെ പറഞ്ഞില്ലേ, അതേപോലെ ജോയും കിട്ടണം, സന്തോഷവും കിട്ടണം. ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ടു സസ്റ്റെയിനസ്, നമ്മളെ നിലനിർത്താൻ ആവശ്യമായ സ്ട്രെങ്ത് ആൻഡ് പവർ, ഇത് കിട്ടണം. അതിന് പുറമെ എന്ത് കിട്ടണം? ജോയ്, സന്തോഷം നമുക്ക് കിട്ടിയേ തീരൂ. ഏതിൽ നിന്ന്? കവിതയിൽ നിന്ന്. അപ്പൊ അങ്ങനെയുള്ളതായിരിക്കണം കവിതകൾ എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് ദ മോസ്റ്റ് പ്രഷ്യസ് ബെനിഫിറ്റ് which we can gather from a poetic collection such as the present. ഇനി നോക്കൂ, in the nature and conduct of such a collection there is inevitably something which tends to obscure in us
the consciousness of what our benefit should be and to distract us from the pursuit of it. പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട്. നമുക്ക് കവിത വായിക്കുന്ന സമയത്ത് വേറൊരു വിഷയം വരാനുണ്ട്. നമുക്ക് കിട്ടുന്ന ആ സംഭവത്തെ കുറിച്ചുള്ള ധാരണ മങ്ങിപ്പോകും. അതായത് അവ്യക്തമായിട്ട് നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ കവിതയിൽ നിന്ന് നമ്മൾ ആഗ്രഹിച്ച നമുക്ക് കിട്ടേണ്ട സാധനങ്ങൾ നമുക്ക് കിട്ടാതെ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തൊക്കെ കിട്ടേണ്ടത്? നമ്മളെ ഫോം ചെയ്യണം, സസ്റ്റെയിൻ ചെയ്യണം, ഡിലൈറ്റ് ചെയ്യണം, നമുക്ക് ഊർജം കിട്ടണം, നമുക്ക് സന്തോഷം കിട്ടണം. അതായിരിക്കണം കവിത എന്ന് പറഞ്ഞാൽ. ഈ കവിത പക്ഷെ നമ്മൾ എന്താണ് ഇന്നത്തെ കവിതകൾ വായിച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ? സോ നമ്മളെ സംതിങ് ഈസ് ഒബ്സ്ക്യൂറിങ്, നമ്മളെ എന്താണ് നമ്മളിൽ നിന്ന് എന്തോ ഒന്ന് മറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, എന്താണ് the consciousness of what our benefits should be. നമുക്ക് എന്താണ് കിട്ടേണ്ടത് എന്നുള്ള ആ ഒരു മനസ്സ് നമ്മളിൽ നിന്ന് മറഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ മറന്നുപോയി. എന്താ ഇപ്പൊ നമുക്ക് ഈ കവിത എന്താണ്, ഈ കവിത വായിച്ചാൽ നമുക്ക് എന്താ കിട്ടുക എന്നല്ലേ, ആ സംഭവം നമ്മൾ മറന്നുപോയി. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, യെസ്. പിന്നെ the consciousness of what our benefit should be and to distract us from the pursuit of it. നമുക്ക് അത് കിട്ടുന്നതിൽ നിന്ന് നമ്മെ എന്തോ ഒന്ന് എന്താണ് ആ വഴിയിൽ നിന്ന് നമ്മൾ മാറിപ്പോയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എന്തോ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യതിചലിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള. ഓക്കെ, അപ്പോ പോയിന്റ് ക്ലിയർ ആയല്ലോ. സോ ഇൻ ദ നേച്ചർ ആൻഡ് കണ്ടക്ട് ഓഫ് such a collection there is inevitably something which tends to obscure in us the consciousness of what our benefit, നമ്മുടെ ബെനിഫിറ്റ് എന്താണ് എന്നുള്ള കാര്യം നമ്മളിൽ നിന്ന് മറക്കപ്പെട്ടിരിക്കുന്നു. and to distract us from the pursuit of it. അത് നമ്മൾ തേടുന്നതിൽ നിന്ന് നമ്മെ എന്തോ ഒന്ന് എന്താണ് ആ വഴിയിൽ നിന്ന് എന്തോ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്തിരിക്കുന്നു, എന്താണ് മാറ്റിയിരിക്കുന്നു. So constantly in reading poetry and sense for the best. നമുക്ക് എന്താണ് ഒരു കവിത വായിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വേണം? A sense for the best. ഏറ്റവും നല്ലതിലേക്കുള്ള ഒരു ഒക്കെ ഹൈ ക്വാളിറ്റി. അദ്ദേഹം പറയുന്നത് മൊത്തം ഹൈ ക്വാളിറ്റിയാണ് കേട്ടോ. ഓക്കെ, എ സെൻസ് ഫോർ ദ ബെസ്റ്റ്, ഏറ്റവും നല്ലതിലേക്കുള്ള ഒരു ചിന്തയാണ് നമുക്ക് വേണ്ടത്. ദ റിയലി എക്സലന്റ്, മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ ബെസ്റ്റ് എന്നല്ല, എക്സലന്റ്, ഒരു എക്സലന്റ് ക്വാളിറ്റിയാണ് നമുക്ക് വേണ്ടത്. ആൻഡ് of the strength and joy to be drawn from it should be present in our minds. എന്തൊക്കെ സ്ട്രെങ്ത് ആണ്, അതുപോലെ എന്തൊക്കെ പിന്നെ എന്താണ് സന്തോഷമാണ് നമുക്കൊരു കവിതയിൽ നിന്ന് കിട്ടേണ്ടത് എന്നുള്ള ഒരു ബോധം, ആ സെൻസ് നിങ്ങൾ ഈ കവിത വായിക്കുന്ന സമയത്ത് ഉണ്ടായിരിക്കണം. To be present, should be present in our minds and should govern our estimate of what we read. നമ്മൾ എന്താണ് വായിക്കുന്നത് എന്നുള്ളത് നമുക്ക് എന്താണ് വ്യക്തമായിട്ടൊരു ബോധമാണ്. എന്താണ് നമ്മൾ വായിക്കുന്നത്, എന്താണ് ഇതിൽ നിന്ന് കിട്ടേണ്ടത്. നമുക്ക് കിട്ടേണ്ട രണ്ട് കാര്യങ്ങൾ നമുക്കറിയാം. അതിൽ നിന്ന് സ്ട്രെങ്ത് കിട്ടണം, രണ്ടാമത്തത് ജോയ് കിട്ടണം, സന്തോഷം കിട്ടണം. ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം കവിത വായിക്കാൻ, അല്ലാതെ വെറുതെ എങ്ങനെ വായിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, രണ്ട് തരത്തിലുള്ള എസ്റ്റിമേറ്റ്സ് ഉണ്ട്. Two types of estimates. ഏതൊക്കെയാണ്? ഒന്ന് ഹിസ്റ്റോറിക്കൽ ആണ്, രണ്ടാമത്തത് പേഴ്സണൽ ആണ്. ഒന്ന് ഹിസ്റ്റോറിക്കൽ എസ്റ്റിമേറ്റ്, രണ്ടാമത്തത് പേഴ്സണൽ എസ്റ്റിമേറ്റ്. ഈ രണ്ട് എസ്റ്റിമേറ്റും എന്താണ്? ഫാലേഷ്യസ് ആണ്, കാപട്യമാണ്. ഓക്കെ, ഒന്ന് ഹിസ്റ്റോറിക്കൽ എസ്റ്റിമേറ്റ്. എന്താ ഹിസ്റ്റോറിക്കൽ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചരിത്രം പഠിക്കാമെന്നുള്ള ഒരു ധാരണ, ഏത് കവിത വായിച്ചിട്ട്.
രണ്ടാമത്തത് പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കിട്ടുമെന്നുള്ളത് കവിത വായിച്ചാൽ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ കവിത വായിക്കുന്നത്. അങ്ങനെയല്ല വേണ്ടത്. നമുക്കൊന്ന് സ്ട്രെങ്ത് വേണം, ജോയ് വേണം. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. മറിച്ച് നമ്മുടെ ഉള്ളിലുള്ളത് എന്താണ്? ഇപ്പോ ഹിസ്റ്റോറിക്കൽ ആൻഡ് പേഴ്സണൽ എസ്റ്റിമേറ്റ്സ് ആണ്. ഈ രണ്ട് കാര്യങ്ങളും ഫാലേഷ്യസ് ആണ്, കാപട്യമാണ് എന്ന് ഇദ്ദേഹം പറയാണ്. ഓക്കെ, എ പോയറ്റ് ഓർ എ പോയം മേ കൗണ്ട് ടു അസ് ഹിസ്റ്റോറിക്കലി. ചിലപ്പോ ഒരു കവിയെ ഇവിടെ ഹിസ്റ്റോറിക്കൽ എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കറിയോ ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു ക്രിറ്റിസിസത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹലോ, ആ ന്യൂ ക്രിറ്റിസിസത്തിൽ ആരൊക്കെ വരുന്നത് അറിയോ? ആരൊക്കെയാണ് ന്യൂ ക്രിറ്റിക്സ്? പിന്നെ റോബർട്ട് പെൻ വാരൺ, പിന്നെ ജോൺ ബെയേർഡ്, ബ്രൂക്ക്, അല്ലേ? അപ്പൊ അങ്ങനെയുള്ള പിന്നെ ക്രെയിൻ ആണെന്ന് തോന്നുന്നത്. അങ്ങനെ കുറെ ആൾക്കാർ ഈ ന്യൂ ക്രിറ്റിക്സ് ആയിട്ട് വരുന്നുണ്ട്. ഇവരുടെ പ്രത്യേകത എന്താ? ഈ ന്യൂ ക്രിറ്റിക്സിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? എങ്ങനെയാണ് അവർ ന്യൂ ക്രിറ്റിക്സ് ആയതെന്നുള്ളത് അറിയോ? ഇവര് ഓതറിന്റെ ബാക്ക്ഗ്രൗണ്ടിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഓതറിന്റെ ബാക്ക്ഗ്രൗണ്ടിന് പ്രാധാന്യം കൊടുക്കുന്നില്ല, മറിച്ച് അവര് വർക്കിന് മാത്രമാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത് ഹിസ്റ്റോറിക് ആൻഡ് പേഴ്സണൽ. അപ്പൊ ഹിസ്റ്റോറിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ പാടില്ല, അതുപോലെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ പാടില്ല. പക്ഷേ ഒരു കവിതയും അതുപോലെ തന്നെ ഒരു കവിയാണെങ്കിലും കവിതയാണെങ്കിലും ചിലപ്പോൾ അയാളെ ചരിത്രമൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കാം ചിലപ്പോൾ. ഓർ ഓൺ ഗ്രൗണ്ട്സ് പേഴ്സണൽ ടു അസ്, ചിലപ്പോൾ പേഴ്സണൽ ആയിട്ട് നമുക്ക് ആ വ്യക്തിയെ അറിഞ്ഞിരിക്കാം. പക്ഷേ ആൻഡ് ദേ മേ കൗണ്ട് ടു അസ് റിയലി, പക്ഷെ നമ്മൾ അത് നല്ല റൈറ്റേഴ്സ് ആണെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവാം. പേഴ്സണൽ ആയിട്ട് നമ്മൾ അയാളെ അറിയുന്നത് കൊണ്ട്, അയാളുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അറിയുന്നത് കൊണ്ട് എന്താണ്, നമുക്ക് ആ കവി നല്ലതാണെന്നൊക്കെ വിചാരിക്കാം. ഓക്കെ, പക്ഷേ the course of development of a nation's language, thought and poetry is profoundly interesting. ഒരു ദേശത്തിന്റെ അവരുടെ ഭാഷ, ഒരു ദേശത്തിന്റെ ഭാഷയുടെയും ചിന്തയുടെയും കവിതയുടെയും ആ ഒരു ഡെവലപ്മെന്റ്, ആ ഒരു പുരോഗതി എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ പുരോഗതി കൈവരിക്കുന്നത് എന്തിലൂടെയാണ്? ശരിക്ക് കവിതയിലൂടെയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ദേശത്തിന്റെ ഭാഷ, ചിന്ത, അതുപോലെ തന്നെ കവിത, ഇതിന്റെ ഒക്കെ പുരോഗതി കൈവരിക്കുന്നത് ഏതിലൂടെയാണ്? കവിതയിലൂടെയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു പോയറ്റിന്റെ റോൾ എന്താണ്? പോയറ്റ്സ് വർക്ക് ഈസ് എ സ്റ്റേജ് ഇൻ ദിസ് ഡെവലപ്മെന്റ്. ഒരു സ്റ്റേജ് പോലെയാണ്, ഒരു തലമാണ്. We may easily bring ourselves to make it of more importance as poetry than in itself it really is. അപ്പൊ ഇവിടെ കവിതയുടെ സ്ഥാനം എന്ന് പറയുന്നത് ഒരു പലക പോലെയാണ്, അല്ലെങ്കിൽ ഒരു ഒരു സ്റ്റേജ് ആണ്. ഈ സ്റ്റേജിൽ നിന്നാണ് കവിതയിലൂടെ ഈ എന്ത് ചെയ്യുന്നത്? ഈ ആളുകൾക്ക് ഭാഷയിലാണെങ്കിലും ചിന്തയിലാണെങ്കിലും അവരുടെ കവിതകൾക്കാണെങ്കിലും എല്ലാത്തിലുമുള്ള ഒരു പുരോഗതി കൈവരിക്കുന്നത് കവിതയിലൂടെ മാത്രമാണ്. ഓക്കെ, ഒരു സ്റ്റേജിനോടാണ് അദ്ദേഹം പിന്നെ ഉപമിക്കുന്നത്. സോ വി മേ ഈസിലി ബ്രിങ് ourselves to make it of more importance as poetry than in itself it really is. We may come to use a language of quite exaggerated praise in criticizing it. ചിലപ്പോ നമ്മളൊരു ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഒരു കവിതയെ നമ്മൾ അമിതമായിട്ട് പ്രശംസിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അതിനെ കബളിപ്പിക്കുന്നുണ്ടാവാം. ഓവർറേറ്റ് ഇറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനെ വെറുതെ പൊക്കി പറയാന്നുള്ളതാണ്. പ്രൈസ് ഇറ്റ് ഓർ ഓവർ റേറ്റ്. A poet or a poem may count to us
on grounds personal to ourselves. അപ്പോ ഇത് എവിടെയാണ് ഇങ്ങനെ സംഭവം വരുന്നതെന്നറിയോ? നമുക്കൊരു പോയറ്റിനെയോ ഒരു കവിതയെയോ അയാൾ എഴുതിയ കവിതയെയോ പേഴ്സണൽ ആയിട്ട് അറിയുന്ന സമയത്താണ് ഇവിടെ ഓവർ റേറ്റിംഗ് അല്ലെങ്കിൽ പ്രൈസിങ്, എക്സാജറേറ്റഡ് പ്രൈസിങ് വരുന്നു. ഓവർ റേറ്റിംഗ് അല്ലെങ്കിൽ എക്സാജറേറ്റഡ് പ്രൈസ്, ഇത് ഒരു വാസ്തവമാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്ക് ഒരാള് പേഴ്സണൽ ആയിട്ട് അറിയുന്ന ഒരാൾ ഒരു കവിത എഴുതിയിട്ട് ഇത് എങ്ങനെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കവിത മോശമാണെങ്കിലും നല്ല കവിത ആണെന്ന് പറയും. ഓക്കെ, ഇനി ആ കവി എങ്ങനെ ഉണ്ടെന്ന് വെച്ചാലോ അയാൾ കുഴപ്പമൊന്നുമില്ലല്ലോ, നല്ല നല്ല കവിയാണല്ലോ എന്ന് നമ്മൾ പേഴ്സണൽ ആയിട്ട് അറിയുന്ന ഒരാളാണെങ്കിൽ പറയും. പക്ഷെ അതാണ് അവിടെ പ്രശ്നം എന്ന് പറയുന്നത്. അത് ഓവർ റേറ്റിംഗ് ആണ്, കബളിപ്പിക്കലാണ് ശരി. ഓക്കെ, അപ്പോ നമ്മള് ചില ഭാഷ ഉപയോഗിച്ചിട്ട് കബളിപ്പിക്കൽ അല്ലെങ്കിൽ ഓവർ റേറ്റിംഗ് നടത്തുന്നു. എവിടെ? നമ്മൾ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഒരു കവിതയെയോ അല്ലെങ്കിൽ ഒരു കവിയെയോ പിന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്ന സമയത്ത്. അവർ പേഴ്സണൽ അഫിനിറ്റീസ്, likings and circumstances have great power to sway our estimates of this. നമ്മുടെ ഈ എന്താണ്, നമ്മുടെ ചില സ്വകാര്യ ബന്ധങ്ങൾ, പേഴ്സണൽ അഫിനിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങൾ, ഓക്കെ, ചില സാഹചര്യങ്ങൾ, അതിനെന്താണ് ഈ ചില കാര്യങ്ങളെ അല്ലെങ്കിൽ ഒരു പോയറ്റിന്റെ വർക്കിനെ വശീകരിക്കാനുള്ള ഒരു പവർ, ഒരു ശക്തി അവിടെ ഉണ്ട്. അയാൾ ഇനിയിപ്പോ എന്ത് പൊട്ട തെറ്റെഴുതിയാലും അത് നമ്മൾ നന്നാക്കി പറയാനുള്ള ഒരു ടെൻഡൻസി ആ ഒരു സംഭവത്തിനുണ്ട്. നമ്മളെ അതിന് കാരണം നമ്മുടെ പേഴ്സണൽ അഫിനിറ്റീസ് ആണ്. പേഴ്സണൽ ആയിട്ട് നമ്മുടെ അയാളുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ അയാളോടുള്ള താല്പര്യം. ഓക്കെ, നമുക്ക് താല്പര്യമുള്ള ഒരാളാണ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ് എന്ന് കരുതിയിട്ട് അയാൾ എഴുതുന്നതെല്ലാം നല്ല ക്ലാസിക്കൽ വർക്ക് ആയിക്കൊള്ളണമെന്നില്ല. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സിനിമ കാണാൻ നോക്കുക. ഈ സിനിമ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നടനാണ് നോക്കുക. ഇഷ്ടപ്പെട്ട നടനെ ചിലപ്പോ ഒന്ന് കണ്ടാൽ മതിയാവും. എന്ത് അടിപൊളിയാണ്, ഇനിയിപ്പോ എന്ത് പൊട്ടത്തെറ്റ അല്ലെങ്കിൽ പൊട്ടത്തരം അഭിനയിച്ചാലും കുഴപ്പമില്ല, നല്ല ഉഷാറാണ്. ഓക്കെ, എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണ്, ഇനി അയാൾ എത്ര നന്നാക്കി അഭിനയിച്ചാലും അത്ര അങ്ങോട്ട് പോരാ എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങൾക്കുണ്ടാവുക. അപ്പൊ അതാണ് പേഴ്സണൽ അഫിനിറ്റി, പേഴ്സണൽ ലൈക്കിംഗ് എന്നൊക്കെ പറയുന്നത്. നമുക്ക് സ്വകാര്യമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാള് ഇനിയിപ്പോ എന്ത് എഴുതിയിട്ടുണ്ടെങ്കിലും എന്താണ് പിന്നെ അവിടെ നമുക്ക് അതിനെ പുകഴ്ത്താനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഇപ്പം വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളെ വീട്ടില് 2 ആൺമക്കളുണ്ട്. ആ 2 ആൺമക്കളും കല്യാണം കഴിച്ചു. നിങ്ങളുടെ അമ്മക്ക് അല്ലെങ്കിൽ ഉമ്മക്ക് ഒരു ആൺകുട്ടിയോട് ഭയങ്കര ഇഷ്ടമാണ്, മറ്റവനോട് തീരെ ഇഷ്ടമല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഇഷ്ടപ്പെട്ട ആൺകുട്ടി കല്യാണം കഴിച്ച പെൺകുട്ടി പിന്നെ കുറച്ച് കറുത്തിട്ടാണെങ്കിലും സ്വഭാവം മോശമാണെങ്കിലും ഓളെ കുറിച്ച് നല്ലത് പറയാനുള്ള ഒരു ടെൻഡൻസി ആർക്കുണ്ടാവും? ഈ നിങ്ങളുടെ ഉമ്മക്ക് അല്ലെങ്കിൽ അമ്മക്ക് ഉണ്ടാവും. ഓക്കെ, എന്നാല് ഇഷ്ടപ്പെടാത്ത ആൺകുട്ടിയുടെ ഭാര്യ നല്ല ആളാണെങ്കിലും നല്ല സൽസ്വഭാവിയാണെങ്കിലും ഭംഗിയുള്ളതാണെങ്കിലും ഒക്കെ ഒന്ന് മോശമാക്കി പറയാനുള്ള അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആർക്കുണ്ടാവും? നിങ്ങളുടെ ഉമ്മക്ക് അല്ലെങ്കിൽ അമ്മക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ ഒരു സംഭവമാണ് ഇവിടെ പേഴ്സണൽ അഫിനിറ്റി ആൻഡ് ലൈക്കിംഗ്. അത് നമ്മുടെ ക്രിറ്റിസിസത്തെ വളരെയധികം ബാധിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, so here too overrating of subject of our interest and apply to it a language of praise which is quite exaggerated. ഓക്കെ, അപ്പൊ നമ്മുടെ താല്പര്യമുള്ള ഒരു കാര്യത്തെ നമ്മൾ ഓവർ റേറ്റ് ചെയ്യാണ്, ഓക്കെ, കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടോ ആൻഡ് അപ്ലൈ ടു ഇറ്റ് എ ലാംഗ്വേജ് ഓഫ് പ്രൈസ്, എന്നിട്ട് അതിനെ നമ്മൾ പുകഴ്ത്താൻ വേണ്ടിയിട്ട് നല്ല നല്ല വാക്കുകൾ ഉപയോഗിക്കാം, വിച്ച് ഇസ് ക്വൈറ്റ് എക്സാജറേറ്റഡ്. അത് ഭയങ്കര എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അങ്ങോട്ട് പുകഴ്ത്തി പറയാം, അത് നന്നായിക്കൊള്ളുന്നു, ശരിക്കും ഒറിജിനൽ ആയിട്ട് നന്നായിക്കൊള്ളുന്നില്ല, നമ്മൾ ഇങ്ങനെ പുകഴ്ത്തി പറയാനാണ്. ഓക്കെ, അതാണ് എന്ത്
ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കുറെ ഫാലസി, നമ്മൾ ഈ ഫാലസിയെ രണ്ടായിട്ട് ഫാലേഷ്യസ് എന്ന് പറഞ്ഞ രണ്ടായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട് അല്ലെ. ഓക്കെ, ഒന്ന് എന്താണ്, ഒന്ന് ഹിസ്റ്റോറിക്കൽ ആണ്, രണ്ടാമത്തത് പിന്നെ പേഴ്സണൽ. ഇപ്പൊ ഹിസ്റ്റോറിക്കൽ ആണ് ഇതുവരെ പറഞ്ഞത്. നമുക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞതൊക്കെ ഹിസ്റ്റോറിക്കൽ ആണ്. ഓക്കെ, നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ വർക്കിനെ പുകഴ്ത്താനും അയാളെ പുകഴ്ത്താനും ഒക്കെ ഒരു ടെൻഡൻസി നമുക്കുണ്ട് എന്നുള്ളത് പറഞ്ഞു. രണ്ടാമത്തെ ഫാലസി എന്ന് പറഞ്ഞാൽ ദ ഫാലസി കോസ്ഡ് ബൈ ആൻ എസ്റ്റിമേറ്റ് വിച്ച് മേ ബി കോൾഡ് പേഴ്സണൽ. രണ്ടാമത്തത് പേഴ്സണൽ ആണ്, പേഴ്സണൽ. ഓക്കെ, ആ രണ്ടും എന്താണ്, ദേ ആർ സ്വാഭാവികമാണ്, നാച്ചുറൽ ആണ്. ഏത് ബോത്ത് ഫാലസി, ഒന്ന് ഹിസ്റ്റോറിക്കൽ ഫാലസിയും രണ്ടാമത്തത് പേഴ്സണൽ ഫാലസി, രണ്ടും നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. The study of the history and development of poetry may incline a man to pose over reputations and works once conspicuous but now obscure. ഇപ്പൊ ഇവിടെ ഒരു വിഷയമുണ്ട്. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും, നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ചിലപ്പം, പിന്നെ എന്തുകൊണ്ടാണ് ചില റൈറ്റേഴ്സിന്റെ വർക്കുകളൊക്കെ ഭയങ്കരമായിട്ട് ക്ലാസിക്കൽ. നിങ്ങൾ കാനൻസ് ഓഫ് ലിറ്ററേച്ചർ വായിച്ചിട്ടുണ്ടോ? പിന്നെ അറിയോ കാനൻസ്, ലിറ്റററി കാനൺ എന്ന് പറഞ്ഞാല്? ലിറ്റററി കാനൺ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എങ്ങനെയാണ് ഒരു വർക്ക് ക്ലാസിക്കൽ ആയിട്ട് മാറുന്നത് എന്നുള്ളത്, അതാണ് ലിറ്റററി കാനൺ എന്നത്. അപ്പൊ അവിടെ എന്തുകൊണ്ടാണ് ഇപ്പൊ വില്യം ഷേക്സ്പിയറിന്റെ 37 പ്ലേസും അതുപോലെ 154 സോണറ്റ്സും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ട് മാറുകയും, എന്നാൽ അതേ കാലഘട്ടത്തിലുള്ള ആളുകളാണ് മാർലോ അദ്ദേഹത്തിന് ഏതാനും വർക്കുകൾ മാത്രമേ ഫേമസ് ആയിട്ടുള്ളൂ. അതുപോലെ ബെൻ ജോൺസൺ പോലുള്ള ഒരുപാട് റൈറ്റേഴ്സ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. മറ്റുള്ള റൈറ്റേഴ്സിന്റെ ഒന്നും വർക്കുകൾ അത്ര അങ്ങോട്ട് ഫേമസ് ആയിട്ടില്ല, പക്ഷെ ഇദ്ദേഹത്തിന്റെ വർക്കുകൾ ഫേമസ് ആയി. അതുപോലെ തന്നെ ടി എസ് എലിയറ്റ്, മോഡേൺ പീരീഡിൽ വരുന്നതാണ് ടി എസ് എലിയറ്റ്, 20th സെഞ്ചുറി. അപ്പൊ ഈ ടി എസ് എലിയറ്റിന്റെ വർക്കുകൾ, വേസ്റ്റ്ലാൻഡ് പോലുള്ള, ലിറ്റിൽ ഗിഡിങ് പോലുള്ള, അതുപോലെ 4 ക്വാർട്ടറ്റ്സ് പോലുള്ള, പിന്നെ എന്താണ് മേർഡർ ഇൻ ദ കത്തീഡ്രൽ പോലുള്ള വർക്കുകളൊക്കെ ടി എസ് എലിയറ്റ് ചെയ്തത്. അപ്പൊ ഈ ടി എസ് എലിയറ്റിന്റെ വർക്കുകളൊക്കെ അത്രക്കും ഫേമസ് ആയിട്ട് മാറി. എന്നാൽ അതേ കാലഘട്ടത്തിൽ എഴുതിയ മറ്റ് റൈറ്റേഴ്സിന്റെ വർക്കുകളൊന്നും അത്ര ഫേമസ് ആയിട്ടില്ല. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരമാണ് ഇവിടെ പറയുന്നത്. എന്താണത്? ഓക്കെ, the study of the historical and history and development of poetry may incline a man to pose over reputations. അപ്പൊ നമ്മൾ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത്, ഈ ചരിത്രം പഠിക്കുന്ന സമയത്ത്, നമുക്ക് ചില സമയത്ത് ചില ആളുകളുടെ റെപ്യൂട്ടേഷനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നു. ഇപ്പൊ വേണ്ട, നെറ്റിന് അല്ലെങ്കിൽ ജെആർഎഫിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ പഠിക്കുന്നത് നോക്കണ്ടി, അതിൽ പഠിക്കുന്ന സമയത്ത് ഇന്ന ഏജ് എടുക്കും, ആ ഏജിൽ ഏറ്റവും പ്രധാനപ്പെട്ട റൈറ്റേഴ്സ് ആരാന്ന് നോക്കും. ഇപ്പൊ അവർ ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്കാരും അങ്ങനെ തന്നെ, പ്രധാനപ്പെട്ട റൈറ്റേഴ്സ് ആരാണോ അവരുടെ വർക്കുകൾക്കാണ് ഒരു പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, അപ്പോ ബാക്കിയുള്ള കുറെ അത്ര ഫേമസ് ആവാത്ത എഴുത്തുകാരുടെ എഴുത്തിനൊന്നും അത്ര ഒരു പ്രാധാന്യം കൊടുക്കൂല. അപ്പൊ അങ്ങനെയാണ് ചില വർക്കുകൾ, ചില ആളുകളുടെ വർക്കുകൾ ക്ലാസിക്കൽ ആവുന്നു, ചില ആളുകളുടെ വർക്കുകൾ ക്ലാസിക്കൽ അല്ലാതാവുന്നു, ഒബ്സ്ക്യൂർ ആവുന്നു. ഓക്കെ, എന്താണ്, എ മാൻ ടു പോസ് ഓവർ reputations and works once conspicuous but now obscure. പണ്ട് കാലത്ത് വളരെ വ്യക്തവും ഇപ്പോ അവ്യക്തവുമായ ചില വർക്കുകളിലേക്ക് മാത്രം അവരുടെ ശ്രദ്ധ ഒതുങ്ങിയിരിക്കുകയാണ്. ഓക്കെ, ചില ആളുകളുടെ, അതായത് ഫേമസ് ആയിട്ടുള്ള ആളുകളാണ് പണ്ട് കാലത്ത് വളരെ ഫേമസ് ആയിരിക്കും, ഇപ്പോ അത്ര വ്യക്തമല്ലാത്ത വർക്കുകളാണ് ഇവര് എന്താണ് നോക്കുക. ഹിസ്റ്ററി ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് പോയട്രി എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത് ഇവർ പഠിക്കുന്നത് അങ്ങനെ. And to quarrel with a careless public for skipping from one famous name or work in its national poetry to another, ignorant of what it misses and of the reason for keeping what it keeps and of the whole process of growth in its poetry. അതാണ് പറഞ്ഞത്. എന്നിട്ട് ആളുകളോട്, പൊതുജനങ്ങളുമായിട്ട് ഇവര് എന്താണ് വാഗ്വാദത്തിൽ ഏർപ്പെടുകയാണ്.
എന്താണ് ഫോർ സ്കിപ്പിംഗ് ഫ്രം വൺ ഫേമസ് നെയിം ഓർ വർക്ക്. എന്തുകൊണ്ടാണ് നിങ്ങൾ ആ പോയത്തെ നിങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താതിരുന്നത്? അല്ലെങ്കിൽ ആ പോയറ്റിനെ നിങ്ങൾ എന്തുകൊണ്ട് ഇതിൽ ഉൾപ്പെടുത്തിയില്ല? ഓക്കെ, എന്തുകൊണ്ട് നിങ്ങളുടെ ദേശീയ കവിതയില് അദ്ദേഹത്തിന്റെ കവിത നിങ്ങൾ ഉൾപ്പെടുത്തിയില്ല? അത്രക്കും നല്ലൊരു കവിത എഴുതിയ ആളല്ലേ, അയാളുടെ കവിത എന്തുകൊണ്ട് നിങ്ങൾ ഉൾപ്പെടുത്തിയില്ല എന്ന് ചോദിക്കുന്നുണ്ടാവും, വാഗ്വാദത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ ഇഗ്നറന്റ് ഓഫ് വാട്ട് ഇറ്റ് മിസ്സസ്. പക്ഷെ അതിന് എന്ത് ഇല്ല എന്നുള്ളത് നിങ്ങൾ അതിനെ കുറിച്ച് നിങ്ങൾ ബോധവാനല്ല. അതിലെന്തെങ്കിലും പോരായ്മ ഉണ്ടാവും, ആ പോരായ്മ നിങ്ങൾ നോക്കുന്നില്ല. ആൻഡ് ഓഫ് ദ റീസൺ ഫോർ കീപ്പിംഗ് വാട്ട് ഇറ്റ് കീപ്സ്. എന്തുകൊണ്ടാണ് ഇത് ഈ മെയിൻ സ്ട്രീമിലേക്ക് വരാത്തത് എന്നുള്ള കാര്യവും നിങ്ങൾ ആലോചിക്കുന്നില്ല. ആൻഡ് ഓഫ് ദ ഹോൾ പ്രോസസ് ഓഫ് ഗ്രോത്ത് ഇൻ ഇറ്റ്സ് പോയട്രി. അതുപോലെ തന്നെ അതൊക്കെ നോക്കുന്ന സമയത്ത് കവിതയിലുള്ള ആ ഒരു പ്രോസസ്, ഗ്രോത്ത്, ആ ഒരു വളർച്ചയെ കുറിച്ച് നിങ്ങൾ വളരെ വ്യക്തത വേണം. എന്നാലേ നമുക്ക് ഈ കവിതയുടെ നിരൂപണം നടത്താൻ പറ്റുള്ളൂ, ക്രിറ്റിസിസം നടത്താൻ പറ്റുള്ളൂ. നമ്മളുടെ ചാപ്റ്ററിന്റെ പേര് തന്നെ എന്താണ്? സ്റ്റഡി ഓഫ് പോയട്രി എന്നുള്ളതാണ്. സ്റ്റഡി ഓഫ് പോയട്രി എന്നുള്ളതാണ്. അപ്പൊ ഈ സ്റ്റഡി ഓഫ് പോയട്രി എന്താവണം? നമ്മൾ ചിലപ്പോൾ സ്റ്റഡി ഓഫ് പോയട്രി എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ ആവും, ചിലപ്പോൾ പേഴ്സണൽ ആവും. ഹിസ്റ്റോറിക്കൽ ആവുന്ന സമയത്തുള്ള പ്രശ്നമാണിത്. എന്താണ്? അവിടെ നമ്മളിങ്ങനെ നോക്കുന്നുണ്ടാവും, ഏതെങ്കിലും റൈറ്ററിനെ വിട്ടുപോയോ നോക്കും, ഏതെങ്കിലും ഒരു ക്ലാസ് നോക്കും, അല്ലെങ്കിൽ ഒരു ഏജ് നോക്കും, ആ ഏജിൽ ഏതെങ്കിലും ഫേമസ് ആയിട്ടുള്ള റൈറ്ററിന്റെ ഏതെങ്കിലും മറ്റു വർക്കുകൾ ഉണ്ടോ നോക്കും. അതെന്തുകൊണ്ട് നിങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയില്ല എന്ന് നിങ്ങൾ ആ രാജ്യത്തെ പൊതുജനങ്ങളുമായിട്ട് വാഗ്വാദത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടാവും. ഓക്കെ, പക്ഷേ എന്താണ് ഇതിന്റെ പോരായ്മ എന്നോ അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇതിൽ ഉൾപ്പെടുത്താതിരുന്നത് എന്നോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു കവിതയുടെ പഠനം നടക്കുന്ന സമയത്ത് അതിന് അദ്ദേഹം പറയാണ്, ദ ഫ്രഞ്ച് were dissatisfied with their so called classical poetry. ഈ ഫ്രഞ്ച് പീപ്പിള് അവർക്ക് അവരുടെ ക്ലാസിക്കൽ പോയട്രിയില് വലിയ ഒരു താല്പര്യമില്ലായിരുന്നു. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമുക്ക് ക്ലാസിക്കൽ പോയറ്റ്, ഇംഗ്ലീഷ് ക്ലാസിക്കൽ പോയറ്റ്സിനെ കുറിച്ചാണ്. അതിൽ ഇംഗ്ലീഷ് ക്ലാസിക്കൽ പോയറ്റ് ആയിട്ടുള്ള നമ്മുടെ ജെഫ്രി ചോസറിനെ ഇദ്ദേഹം തള്ളി പറഞ്ഞിട്ടുണ്ട്. എന്നാല് നമ്മുടെ ഷേക്സ്പിയറിനെയും മിൽട്ടനെയും ഹോമറിനെയും ഡാൻഡിയെയും ഒക്കെ ഇദ്ദേഹം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഫ്രഞ്ചിനെ കുറിച്ച് പറയാണ് ഇദ്ദേഹം. അതേ സമയത്ത് ഫ്രഞ്ചുകാരെന്താ ചെയ്തത്? അവരുടെ ക്ലാസിക്കൽ പോയട്രിക്കൊന്നും വലിയ പ്രാധാന്യം കൊടുത്തിരുന്നില്ല. അത് അവർക്ക് അത്ര ഒരു താല്പര്യം അതിലില്ലായിരുന്നു. ഓക്കെ, കോർട്ട് ട്രാജഡി ഓഫ് ദ 17th സെഞ്ചുറിയിലുള്ള കോർട്ട് ട്രാജഡി ആയിരുന്നു. അപ്പൊ അതില് ആർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല? ഈ അവരുടെ ക്ലാസിക്കൽ പോയട്രിയിലൊന്നും നമ്മുടെ ഫ്രഞ്ചുകാർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പെല്ലിസൺ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പെല്ലിസൺ. എക്സ്ക്യൂസ് മീ സർ. യെസ്, പറയൂ. സാറ് നേരത്തെ പറഞ്ഞില്ലേ എന്തുകൊണ്ടാണ് ചില പോയിറ്റ്സ് മാത്രം ഫേമസ് ആയത് എന്ന് പറഞ്ഞിട്ട്? അതിനുള്ള ആൻസർ ആണ് ഇനി വരാൻ പോകുന്നതെന്ന് പറഞ്ഞില്ലേ? പക്ഷെ അതിനൊരു ക്ലിയർ ആയിട്ടൊരു ആൻസർ കിട്ടിയില്ലല്ലോ. ഈ ലിറ്റററി കാനൺ എന്ന് പറയുന്ന ആ വർക്കിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ചില റൈറ്റേഴ്സ് മാത്രം ഫേമസ് ആയി, ചില റൈറ്റേഴ്സിനൊക്കെ അവഗണിക്കപ്പെട്ടു എന്നുള്ളത്. അപ്പൊ ആ ലിറ്റററി കാനലിൽ പറഞ്ഞത് എന്താ വെച്ചാല്, ഇത് ഇങ്ങനെ ചില റൈറ്റേഴ്സിനോടുള്ള ചില പേഴ്സണൽ ആയിട്ടുള്ള ബന്ധങ്ങൾ, ഈ ബന്ധങ്ങളാണ് യഥാർത്ഥത്തിൽ അവരുടെ വർക്കിന് ചിലപ്പോൾ അവരും അന്നത്തെ രാജാക്കന്മാരും അല്ലെങ്കിൽ അവരും അന്നത്തെ ഭരണകർത്താക്കളുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്, കോർട്ട് പോയറ്റ്സ് എന്നൊക്കെ പറയും. അപ്പൊ ആ ബന്ധങ്ങളിലൂടെയാണ് നമ്മുടെ ഈ കവികളൊക്കെ ഇത്രയും വളരുന്നത്. ഓക്കെ, പിന്നെ അപൂർവം ചില റൈറ്റേഴ്സ്, ഷേക്സ്പിയറിനെ പോലുള്ള റൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ സാമൂഹികമായിട്ടോ ഒന്നും അത്ര വലിയ ചുറ്റുപാടില്ലാത്ത ആളാണ്. അപ്പൊ ഷേക്സ്പിയറിന്റെ ഒക്കെ ശരിക്ക് എക്സലന്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ക്വാളിറ്റി തന്നെയാണ് അദ്ദേഹത്തെ ആ കാനലിലേക്ക് എത്തിച്ചത്. പക്ഷെ മറ്റു ചില റൈറ്റേഴ്സ് ഒക്കെ ഓരോരുത്തരും ഓരോ അഭിപ്രായമാണ് കേട്ടോ. അവരുടെ വർക്കുകളൊക്കെ ഇങ്ങനെ ഈ ഒരു കാനലിലേക്ക് വരാൻ കാരണം അവരുടെ ആ ഒരു പിടിപാടാണ് എന്ന് പറയുന്നത്. ഓക്കെ, ആളുകളുമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഭരണകർത്താക്കളുമായിട്ടുള്ള
പിടിപാടാണ്. പക്ഷെ ഇവിടെ പറഞ്ഞത് എന്താ പറയുക, നമ്മുടെ മാത്യു അർണോൾഡിന്റെ സ്റ്റഡി ഓഫ് പോയട്രിയിൽ പറയുന്നത്, ഇപ്പോ നമ്മളിപ്പോ പോയട്രിയെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് 2 മെത്തേഡാണ് പറഞ്ഞത്. ഒന്ന് ഹിസ്റ്റോറിക്കൽ, രണ്ടാമത്തെ പേഴ്സണൽ. അപ്പൊ ഈ 2 മെത്തേഡും ഫാലേഷ്യസ് ആണെന്ന് പറഞ്ഞു, അതായത് കാപട്യമാണ്. കാരണം ഈ ഹിസ്റ്റോറിക്കലായിട്ട് ഒരു കാര്യത്തെ, ഒരു കവിതയെ പഠിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ സെർച്ച് ചെയ്യും. എന്തുകൊണ്ട്, അപ്പോൾ സെർച്ച് ചെയ്തിട്ട് ഇന്ന ഏജ് സെർച്ച് ചെയ്തിട്ട് പിന്നെ ചില വർക്ക് നമ്മൾ കണ്ടെത്തും. ആ വർക്ക് കണ്ടെത്തിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, അത് നല്ല വർക്കാണല്ലോ, എന്തുകൊണ്ട് ഇത് ഉൾപ്പെടുത്തിയില്ല എന്നുള്ളത് ചോദിക്കും. അങ്ങനെ പിന്നെ സാധാ പൊതുജനങ്ങളുമായിട്ട് ഇതുവരെ വാഗ്വാദത്തിൽ ഏർപ്പെടുകയാണ്. ഇത് നല്ല കവിതയാണല്ലോ, എന്തുകൊണ്ട് നിങ്ങൾ ഈ കവിതയെ ഇതിൽ ഉൾപ്പെടുത്തിയില്ല എന്ന് ചോദിക്കും. ഓക്കെ, അപ്പോ എന്നാലോ ഈ ചോദിക്കുന്ന ഈ വ്യക്തികള് ആ കവിത എന്താണ് അതിന് പോരായ്മ ഉള്ളത് എന്നുള്ളത് അവർ നോക്കുന്നില്ല. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് അത് മാറ്റിവെക്കപ്പെട്ടത് എന്നുള്ള കാര്യവും നോക്കുന്നില്ല. ജസ്റ്റ് അവര് വാഗ്വാദത്തിൽ ഏർപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് ഫാലേഷ്യസ് ആണ് എന്നുള്ളത് ഇദ്ദേഹം പറഞ്ഞു. ക്ലിയർ ആയോ? ഈ ലിറ്റററി കാനൺ എന്ന് പറയുന്നത് വർക്കാണോ, വർക്കിന്റെ നെയിം ആണോ? ഇല്ലല്ല, ലിറ്റററി കാനൺ എന്ന് പറയുന്നത് നമ്മുടെ 6th സെമസ്റ്ററില് ഈ കഴിഞ്ഞതല്ല, അതിന് മുമ്പത്തെ പിന്നെ ഇതില് ക്രിറ്റിസിസം പേപ്പർ ഉണ്ട്, അതിൽ പഠിക്കാനുള്ള ലിറ്റററി കാനൺ എന്ന് പറയുന്നത്. ലിറ്റററി കാനൺ എന്ന് പറഞ്ഞാൽ ഇതാണ്, അതായത് നമ്മൾ ഒരു വർക്കിനെ കാനനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കാനനൈസേഷൻ അറിയോ? കാനനൈസേഷൻ ഒരു ക്രിസ്ത്യൻ ടേം ആണല്ലോ. വാഴ്ത്തപ്പെടുക എന്നല്ലേ? വാഴ്ത്തപ്പെടുക ഒരു ഇതിലെ ഒരു ജോൺ ഡണ്ണിന്റെ ഒരു പോയത്തിലില്ലേ ഈ ഒരു വേർഡ്? ഈ ഒരു പേരിലുള്ള ഒരു പോയുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഒരു അവസ്ഥയിൽ നിന്ന് ഒരു പ്രത്യേക പദവി കൊടുക്കുകയാണ് കാനനൈസേഷൻ എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെയാണ് നമ്മുടെ പിന്നെ ലിറ്ററേച്ചറിലും സംഭവിക്കുന്നത്. ഒരു വർക്കിനെ അവരെന്ത് ചെയ്യാണ്? കാനനൈസ് ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെ റിലീജിയസ് ആയിട്ടുള്ള ഒരു കാനനൈസേഷൻ അല്ല, മറിച്ച് ഒരു പ്രത്യേക പദവി കൊടുത്തത് ക്ലാസിക്കൽ ആണ് എന്ന് പറഞ്ഞ് നിർത്തുകയാണ്. പിന്നെ അതിന്റെ മൂല്യം ഒരിക്കലും പോവില്ല. ഉദാഹരണത്തിന് ഹാംലെറ്റ് എന്ന് പറയുന്ന വർക്ക്, അതിന്റെ ഒരു ക്ലാസിക്കൽ വർക്കല്ലേ, അതിന് ക്ലാസിക്കൽ വർക്ക് ആയതുകൊണ്ട് അതിന്റെ മൂല്യം ഒരിക്കലും ഇനി നഷ്ടപ്പെടില്ല. എന്നാല് നമ്മൾ ശരിക്ക് ചരിത്രത്തിലുള്ള മറ്റു വർക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ അതിനേക്കാളും നല്ല വർക്കുകൾ കണ്ടെത്താമായിരിക്കാം എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ അതെന്തുകൊണ്ട് ഇത്ര മെയിൻ സ്ട്രീമിൽ എത്തിയില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ക്രിട്ടിക്സ്, ഇപ്പൊ ഈ ആളുകൾ തന്നെയല്ലേ ഈ കഥകളും അല്ലെങ്കിൽ നാടകങ്ങളും ഒക്കെ വായിച്ചിട്ട് അത് നല്ലതാണോ ചീത്തയാണോ എന്ന് വിലയിരുത്തുന്നത് ആളുകളാണല്ലോ. അപ്പൊ ഈ ആളുകളുടെ പേഴ്സണൽ ആയിട്ടുള്ള ചില ഒപ്പീനിയൻസും ഒക്കെ ഇതിന്റെ ഘടകമാണല്ലോ. ഇതിനെ നല്ലതാണോ, അതായത് കാനനൈസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്, ലിറ്റററി കാനനിലേക്ക് കൊണ്ടുവരണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് ആളുകളാണ്. അപ്പൊ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ഇത് ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ അവിടെയാണ് ലിറ്റററി കാനൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യെസ്, അടുത്തത് പെല്ലിസൺ ആണ്. പെല്ലിസൺ അറിയോ? പെല്ലിസൺ എന്ന് പറഞ്ഞാല് പെല്ലിസൺ, ഇദ്ദേഹം ഒരു ഫ്രഞ്ച് ഓതറാണ്. He long ago reproached with its want of the true poetic stamp, with its sterile and bombastic politeness. Okay, അതായത് വളരെ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഫ്രഞ്ച് ഓതറായിട്ടുള്ള പെല്ലിസൺ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കവിതയെ കുറിച്ചിട്ട് പറഞ്ഞതാണ്. ഓക്കെ, വിത്ത് ഇറ്റ്സ് വാണ്ട് ഓഫ്, ഹി റിപ്രോച്ച്, അദ്ദേഹം കുറ്റം പറയാണ് അല്ലെങ്കിൽ ചീത്ത പറയാണ്. വിത്ത് ഇറ്റ്സ് വാണ്ട് ഓഫ് ദ ട്രൂ പോയറ്റിക് സ്റ്റാമ്പ്, വിത്ത് ഇറ്റ്സ് സ്റ്റെറൈൽ ആൻഡ് ബോംബാസ്റ്റിക് പൊളൈറ്റ്നസ്.
ഒരു പോയട്രി, ഒരു ട്രൂ പോയറ്റിക് എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് വിശ്വസിച്ചിരുന്നത് അതിന്റെ സ്റ്റെറൈൽ എന്ന് പറയാൻ നിങ്ങൾക്ക് അറിയാം, അതുപോലെ തന്നെ ബോംബാസ്റ്റിക് പൊളൈറ്റ്നെസ് വേണം എന്നുള്ള, ബോംബാസ്റ്റിക് വളരെ എന്താണ് പ്രകീർത്തിച്ചുകൊണ്ട് പ്രൈസ് ചെയ്തുകൊണ്ടിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ പോയട്രിയിൽ വേണം എന്നുള്ള ഒരു നിലപാടായിരുന്നു അന്നത്തെ ഫ്രഞ്ച് പോയറ്റ്സിന് ഉണ്ടായിരുന്നത്. അപ്പൊ അതിനെയാണ് പെല്ലിസൺ കുറ്റം പറയുന്നത്. ഫ്രഞ്ച് ഓതർ ആയിട്ടുള്ള പെല്ലിസൺ കുറ്റം പറയുന്നത് എന്ത്, ഇങ്ങനെയാണോ കവിതകൾ ഉണ്ടാവേണ്ടത്? കവിതയിൽ എന്താണ് വളരെ ബോംബാസ്റ്റിക് ആയിട്ടുള്ള വാക്കുകളൊക്കെ ചേർത്തിട്ടാണോ നമ്മൾ കവിത എഴുതേണ്ടത് എന്ന് ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്. ചോദ്യം ചെയ്യാണ് പെല്ലിസൺ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ക്ലാസിക്കൽ പോയട്രിയോട് അത്ര തന്നെ ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല, ഫ്രഞ്ച് പീപ്പിളിന് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാണ്. But it reigned in France as absolutely as if it had been the perfection of classical poetry. പക്ഷെ ഇങ്ങനെ പെല്ലിസനെ പോലുള്ള ഒരുപാട് ആളുകൾ ഇതിനെ എതിരെ പറഞ്ഞിട്ടും ഈ അതിന്റെ പോരായ്മകളെ ചൂണ്ടിക്കാണിച്ചിട്ടും അന്നത്തെ ആ സമൂഹം എന്താണ്, അന്നത്തെ ക്ലാസിക്കൽ പോയട്രി അതുപോലെ തന്നെ നിലനിന്നു. ആ ക്ലാസിക്കൽ പോയറ്റ്സിനെ അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ ക്ലാസിക്കലാക്കി, അവർക്ക് ഇഷ്ടപ്പെട്ട പോയംസിനെ അവർ ക്ലാസിക്കലാക്കി അവിടെ നിർത്തി. അല്ലാതെ അവരൊരു എന്താണ് വീണ്ടും ഒരു പുനഃപരിശോധനക്ക് അവർ തയ്യാറായില്ല എന്നുള്ളതാണ് ശരി. So but it reigned in France as absolutely as if it had been the perfection of classical. അവരെ വിചാരം എന്താണെന്ന് വെച്ചാല് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ക്ലാസിക്കൽ പോയട്രി ആണ് അവരുടേത് എന്നാണ്. അങ്ങനെ അത് നിലനിന്നു. ഇവര് പെല്ലിസനെ പോലുള്ള ആളുകളുടെ ആ ഒരു വിമർശനങ്ങളൊന്നും അവർ ഉൾക്കൊണ്ടില്ല എന്നുള്ളതാണ് ശരി. ഓക്കെ, അപ്പം അതുവരെ ഒന്ന് ജസ്റ്റ് എഴുതാം അല്ലെ. റെഡി അല്ലേ? പറയട്ടെ. ഹലോ, പറയട്ടെ. ഓക്കെ, അടുത്ത പോയിന്റ്. In poetry, as in criticism of life, in criticism of life, under the conditions fixed for such a criticism by the laws of poetic truth and poetic beauty, comma, the spirit of our race, RACE, will find as time goes on and as other helps fail, comma,
It's consolation and stay. Consolation and stay. അത് underline ചെയ്യുക. Consolation and stay. അടുത്ത പോയിന്റ്. But the consolation and stay will be of power in proportion to the power of the criticism of life. Full stop. Of life. The power of the criticism of life. അടുത്ത പോയിന്റ്. The criticism of life will be of power in proportion as the poetry as the criticism of life will be of power in proportion to the power of the criticism of life. നമ്മളിപ്പോ എന്താ ലാസ്റ്റ് പറഞ്ഞത്? Power in proportion as the poetry. The criticism of life will be of power in proportion as the poetry. ഓക്കെ, അതൊന്നുകൂടി പറയാട്ടോ. ആ പോയിന്റ് ഒന്നുകൂടി പറയുന്നുണ്ടേ, അത് ചിലപ്പം തെറ്റിയിട്ടുണ്ടാവും പറഞ്ഞത്. The criticism of life will be of power. അത് എഴുതിയോ? proportion as the poetry വരെ എഴുതി sir. In proportion as the poetry, conveying in proportion as the poetry, conveying it is excellent rather than unsound or half sound comma true rather than untrue on half true
on half true. At the point, the best poetry will have a power of forming comma sustaining comma and delighting us. Forming, sustaining, delighting എന്നുള്ളതൊക്കെ അണ്ടർലൈൻ ചെയ്യണേ. And delighting us as കഴിഞ്ഞിട്ട് comma as nothing else can. Full stop. അടുത്ത point, a clearer comma deeper sense of the best in poetry comma and of the strength and joy. Strength, joy എന്നുള്ളതൊക്കെ അണ്ടർലൈൻ ചെയ്യാം. Strength and joy and joy. Strength കഴിഞ്ഞിട്ട് and joy to be drawn from it comma is the most precious benefit which we can gather from a poetical collection such as the present. അടുത്ത പോയിന്റ്, in the nature and conduct of such a collection there is
inevitably something which tends to obscure in us to obscure in us the consciousness of what our benefit should be, comma, and to distract us from the pursuit of it, at the point. So constantly in reading poetry, comma, a sense for the best comma, the really excellent, comma, and of the strength and joy to be drawn from it. Comma, should be present in our minds From എന്താണ് drawn from it, comma, should be present in our minds and should govern our estimate of what we read. govern our Estimate of what we read. READ. അടുത്ത ടു കൈൻഡ്സ് ഓഫ് എസ്റ്റിമേറ്റ്സ് എഴുതുക. ഒന്ന് ഹിസ്റ്റോറിക്, രണ്ടാമത്തത് പേഴ്സണൽ. ടു കൈൻഡ്സ് ഓഫ് എസ്റ്റിമേറ്റ് എഴുതുക. ഒന്ന് ഹിസ്റ്റോറിക്, രണ്ടാമത്തത് പേഴ്സണൽ. അടുത്ത പോയിന്റ്, ഒരു ഐഫൺ ഇട്ടിട്ട് എഴുതിയോളൂ, ബോത്ത് ആർ ഫാലേഷ്യസ്.
both are fallacious. Fallacious എന്ന് പറഞ്ഞാൽ കാപട്യം, കപടം. അടുത്ത പോയിന്റ്, a poet or a poem may count to us historically or on grounds personal to us, comma, and they may count to us really. At the point, the course of development of a nation's language, the course of development of a nation's language, comma, thoughts and poetry is profoundly interesting. At the point, poet's work is a stage Poets work is a stage in this development, comma, we may easily bring ourselves to make it of more importance as poetry, സാർ ഒന്നുകൂടെ പറയാമോ ഇമ്പോർട്ടൻസ് കഴിഞ്ഞിട്ട്? more importance as poetry than in itself it really is. At the point,
We may come to use a language of quite exaggerated praise, in criticizing it, comma, to overrate it, കബളിപ്പിക്കുക, to overrate it. സാർ ആ പോയിന്റ് ഒന്നുകൂടെ പറയാമോ? ഒന്നുകൂടി പറയാം. We may come to use a language of quite exaggerated praise, P-R-A-I-S-E. സാർ ഓഫ് കഴിഞ്ഞിട്ട് പോയറ്റ് എന്നാണോ പറയുന്നത്? പോയറ്റ്സ് എന്നാണോ പറയുന്നത്? Quite exaggerated praise in criticizing it, comma, to overrate it. അടുത്ത പോയിന്റ്, a poet or a poem may count to us on grounds personal to ourselves. അടുത്ത പോയിന്റ്, our personal affinities likings and circumstances, our personal affinities, affinity അറിയില്ലേ, ബന്ധം, affinities, likings, likings and circumstances, comma, have great power to sway എന്ന് പറഞ്ഞാൽ വശീകരിക്കാന്ന് കേട്ടോ, sway. Our estimate of this, or the poet's work, poet apostrophe s, work, comma, and to make us attach more importance to it. As poetry than in itself, it really possesses because
comma, to us, comma, it has been of high importance. Of high importance. At the point, here too, overrating of object of our interest, Rating of object of our interest, comma, and apply to it a language of praise which is quite exaggerated. Full stop. The second, at the point, the second fallacy is the fallacy caused by an estimate which may be called personal. Personal എന്നുള്ള underline ചെയ്യാം. An estimate which may be called personal. Okay. Personal എന്നുള്ള underline ചെയ്യാം. അടുത്തത്. Both fallacies are natural. Both fallacies ഏതൊക്കെയാണെന്ന് അറിയോ? ഒന്ന് ഹിസ്റ്റോറിക്കൽ ആണ്, രണ്ടാമത് പേഴ്സണൽ ആണ്. Both are natural. The study of, at the point, the study of the history and development of poetry at the point ലേക്കാണ് വരുന്നത്. The study of the history and development of poetry may incline a man, may incline എന്ന് പറഞ്ഞാൽ എന്താ incline എന്ന് പറഞ്ഞാല് പ്രേരിപ്പിക്കുക ചായുക അവിടെ പ്രേരിപ്പിക്കുക എന്നുള്ളത്. May incline a man to pause over reputations, to pause, P-A-U-S-E, to pause over reputations and works once conspicuous reputations and works once conspicuous എന്ന് പറഞ്ഞാൽ എന്താ? വ്യക്തം എന്നാണ്, സുവ്യക്തം എന്നാണ്, വെരി ക്ലിയർ.
but now obscure. But now obscure. അടുത്ത പോയിന്റ്. And to quarrel with a careless public. And to Quarrel with a careless public for skipping from one famous name or work in its national poetry to another. Ignorant of what it misses, and of the reason for keeping what it keeps. repeat to you. And of the reason For keeping what it keeps. And of the whole process of growth in its poetry. Sir, process of Growth in its poetry. അടുത്ത point. The French were dissatisfied with their so-called Friends were dissatisfied with their so-called classical poetry, the court tragedy of the 17th century. ആ ഫ്രഞ്ച് പീപ്പിളെ അവർക്ക് അവരുടെ ക്ലാസിക്കൽ പോയട്രിയോട് വിയോജിപ്പായിരുന്നു ഉണ്ടായിരുന്നത്. The court tragedy of the 17th century. ആ ക്ലാസിക്കൽ പോയട്രി കോർട്ട് ട്രാജഡി ആയിരുന്നു. ആ കോർട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ വിവരിച്ചുകൊണ്ടുള്ള വർക്കുകളൊക്കെ ആയിരുന്നു ആ ക്ലാസിക്കൽ പോയട്രിയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് ആ പ്രത്യേകിച്ച് 17th സെഞ്ചുറിയിലുള്ള അതുകൊണ്ട് അതിനോടൊരു വിയോജിപ്പായിരുന്നു ഫ്രഞ്ച് പീപ്പിളിന് ഉണ്ടായിരുന്നത്. The French were satisfied എന്നാണോ not satisfied എന്നാണോ sir? Dissatisfied. അടുത്ത പോയിന്റ്. പെല്ലിസൺ ലോങ് എഗോ. പെല്ലിസൺ അറിയില്ലേ? ഫ്രഞ്ച് ഓതറാണ്.
പെല്ലിസൺ. ലോങ് എഗോ. അപ്പൊ അതിൽപ്പെട്ട ആ ഡിസാറ്റിസ്ഫാക്ഷനിൽ പെട്ട ഒരാളാണ് പെല്ലിസൺ. ഈ ലോങ് എഗോ റിപ്രോച്ച്ഡ്. റിപ്രോച്ച് ചെയ്യാനെന്താ? ചീത്ത പറയാന്ന. റിപ്രോച്ച്. with its wand of the true poetic stamp with its sterile and bombastic politeness. അപ്പം പെല്ലിസനെ ഇതിനെയാണ് ആ ബോംബാസ്റ്റിക് ആൻഡ് സ്റ്റെറൈൽ ആൻഡ് ബോംബാസ്റ്റിക് പൊളൈറ്റ്നെസ്സിനെയാണ് കുറ്റം പറഞ്ഞത്. അപ്പൊ അങ്ങനെ വേണം, വളരെ പൊളൈറ്റ് ആയിരിക്കണം കവിതകളിൽ എന്നുള്ളൊരു വിശ്വാസമായിരുന്നു അന്ന് ഫ്രഞ്ചിനുണ്ടായിരുന്നത്. അപ്പൊ അതിനെ പെല്ലിസൺ കുറ്റം പറയാം. ഓക്കെ, ദ ഡിസാറ്റിസ്ഫാക്ഷൻ ഈസ് നാച്ചുറൽ. അടുത്ത പോയിന്റ് ആണ്, ദ ഡിസാറ്റിസ്ഫാക്ഷൻ ഈസ് നാച്ചുറൽ. ഓക്കെ, അതുവരെയാണ് നമ്മൾ എടുത്തത് കേട്ടോ. ഇനി അടുത്ത ഭാഗമാണ്. ഓക്കെ, അടുത്തൊരാളെ പരിചയപ്പെടുക. ഒരു ഫേമസ് ക്രിട്ടിക് ആണ്, അയാളെ പരിചയപ്പെടുത്താം. നമ്മുടെ ഫ്രഞ്ച് ക്രിട്ടിക് തന്നെയാണ്. ഫ്രഞ്ച് ആയിക്കോണമെന്നില്ല. എം ചാൾസ് ഡി ഹെരിക്കോൾഡ്. ഇദ്ദേഹമാണ്. ഓക്കെ, ഇദ്ദേഹം ഒരു ഫേമസ് ക്രിട്ടിക് ആണ് കേട്ടോ. അദ്ദേഹം പറയുന്നത് എന്താന്ന് നോക്കൂ, അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് ശ്രദ്ധിക്കാം. ദ ക്ലൗഡ് ഓഫ് ഗ്ലോറി പ്ലേയിങ് റൗണ്ട് എ ക്ലാസിക് ഈസ് എ മിസ്റ്റ്. ഒരു ക്ലാസിക് ആവുക എന്ന് പറയുന്നത് വളരെ പ്രശസ്തനാവുക എന്നുള്ളതല്ല അർത്ഥം. വളരെ എന്താണ്, ഒരു പ്രശസ്തി ആർജിക്കുക എന്നുള്ളതാണ് ആ വർക്ക് ക്ലാസിക് ആവുക എന്ന് പറയുന്നത്. ഇത്രയും പ്രശസ്തി ഉള്ള വർക്കുകളാണ് ക്ലാസിക്കിൽ വരുന്നത്. അപ്പൊ അവിടെ ദ ക്ലൗഡ് ഓഫ് ഗ്ലോറി പ്ലേയിങ് റൗണ്ട് എ ക്ലാസിക്, ഈ ക്ലാസിക്കിന് ചുറ്റും ഈ കളിക്കുന്ന ആ ഒരു ഗ്ലോറി, ആ മഹനീയം, ഓക്കെ, ആ മേഘമാവുന്ന ആ ഒരു ഗ്ലോറി എന്ന് പറയുന്നത് ഇസ് എ മിസ്റ്റ്, ഒരു മൂടൽമഞ്ഞാണ്. ആസ് ഡേഞ്ചറസ് ടു ദ ഫ്യൂച്ചർ ഓഫ് എ ലിറ്ററേച്ചർ, അത് ലിറ്ററേച്ചറിന്റെ ഭാവിക്ക് വളരെ ഡേഞ്ചറസ് ആണ്, അപായമാണ്. എന്ത്? ദ ക്ലൗഡ് ഓഫ് ഗ്ലോറി പ്ലേയിങ് റൗണ്ട് എ ക്ലാസിക്. അപ്പൊ ആ ക്ലാസിക്ക് ചുറ്റും കളിക്കുന്ന ആ ഒരു പിന്നെ എന്താണ്, ആ ശ്രേഷ്ഠത അല്ലെങ്കിൽ ഗ്ലോറി, ആ ഗ്ലോറി എന്ന് പറയാൻ വളരെ ഡേഞ്ചർ ആണ്. ആസ് ഇറ്റ് ഈസ് ഇൻടോളറബിൾ ഫോർ ദ പേർപ്പസസ് ഓഫ് ഹിസ്റ്ററി, കാരണം നമ്മുടെ ചരിത്രത്തിന്റെ ഉദ്ദേശങ്ങൾക്ക് ഇത് എന്താണ്, ഭംഗം വരുത്തുന്നു എന്നതുകൊണ്ട് എന്നാ പറയുക. അതായത് നമ്മളിപ്പം സ്വീകരിച്ചു പോരുന്ന ക്ലാസിക്കൽ ആക്കാൻ ഉള്ള ചില പിന്നെ എന്താണ്, ആ ഒരു ഗ്ലോറി എന്ന് പറയുന്നത്, ആ ഒരു മഹനീയം എന്നുള്ളത്, ഈ സംഭവം എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആണ്. കാരണം നമ്മളെ യഥാർത്ഥ ഉദ്ദേശങ്ങൾ
അതിലൂടെ നടക്കൂല. ചുരുക്കി പറഞ്ഞാൽ ഇദ്ദേഹവും പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അതായത് നമ്മളിപ്പം ഈ സ്വീകരിക്കുന്ന ഒരു വർക്ക് ക്ലാസിക്കൽ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു തീരുമാനങ്ങൾ അത്ര നല്ലതല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയല്ല നമ്മൾ ഒരു വർക്ക് ക്ലാസിക്കൽ ആണോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് എന്നാണ് നമ്മുടെ ഈ അദ്ദേഹം പറഞ്ഞത്, ചാൾസ് ഡി ഹെരിക്കോട്ട് പറഞ്ഞത്. അത് എന്താണ്, വളരെ ഡേഞ്ചറസ് ആണ്. കാരണം ഇറ്റ് ഹിൻഡേഴ്സ് us from seeing more than one single point. കാരണം ഒരു വെറും ഇടുങ്ങിയ ചിന്താഗതിയിലൂടെ മാത്രമാണ് നമ്മൾ ഒരു വർക്കിനെ നോക്കിക്കാണുന്നത്. അത് പല ആംഗിളിലൂടെ ഒരു വർക്കിനെ നോക്കിക്കാണാൻ നമുക്ക് സാധിക്കുന്നില്ല. ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയാം. ഒറ്റ ഉദാഹരണം, നമ്മുടെ വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന് പറയുന്ന നമ്മുടെ സാമുവൽ ബെക്കറ്റിന്റെ ആ ഒരു വർക്ക്, അത് ക്ലാസിക്കൽ വർക്കല്ല. വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന് പറയും സാമുവൽ ബെക്കറ്റിന്റെ. അദ്ദേഹം ഒരു ആദ്യം ഇത് എഴുതിയ സമയത്ത് അദ്ദേഹത്തിന്റെ വർക്കിന് അത്ര പ്രാധാന്യം കിട്ടിയിരുന്നില്ല. ഞാൻ പറഞ്ഞതാന്ന് തോന്നുന്നു ക്ലാസ്സിൽ. പക്ഷെ പിന്നീട് അത് ജയിലിലുള്ള ആളുകളൊക്കെ കാണിച്ച സമയത്ത് ഇത് വളരെ ഫേമസ് ആയി. പിന്നീട് അതിന് ഒരുപാട് പോപ്പുലാരിറ്റി കിട്ടി. പിന്നീട് അത് ക്ലാസിക്കൽ വർക്കായിട്ട് മാറി. അപ്പൊ അവിടെ ശരിക്ക് ഒരു ആംഗിളിലൂടെ മാത്രം ചിന്തിച്ചത് കൊണ്ടാണ് ആദ്യം അതിന് പ്രശസ്തി കിട്ടാതെ. പിന്നീട് മറിച്ച് ജയിലിലുള്ള ആളുകൾ എന്ന് പറഞ്ഞു, അപ്പൊ അവരുടെ ആംഗിളിലേക്ക് അത് വന്ന സമയത്ത് അത് വളരെ ഫേമസ് ആയി, വളരെ ക്ലാസിക്കൽ ആയിട്ടുള്ളൊരു വർക്കായിട്ട് മാറി. അപ്പൊ അത് ആണ് പ്രശ്നം. ഇതിപ്പോ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കവിത ഇത് നല്ലതാണോ അല്ലെങ്കിൽ ക്ലാസിക്കൽ വർക്കാണോ എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ഒറ്റ വ്യൂ പോയിന്റിലൂടെ മാത്രമാണ്. മൾട്ടിപ്പിൾ വ്യൂ പോയിന്റിലൂടെ നമ്മൾ നോക്കുന്നേ ഇല്ല. അപ്പൊ അതാണ് ഇദ്ദേഹം പറയുന്നത്, അത് ഡേഞ്ചറസ് ആണ് എന്നുള്ളത്. The culminating and exceptional point. Okay, the summary, fictitious and arbitrary of a thought and of a work. നമ്മൾ എന്തൊക്കെ നോക്കേണ്ടതുണ്ട്? ഒരൊറ്റ സിംഗിൾ പോയിന്റിലൂടെ മാത്രമാണ് ഇപ്പൊ നമ്മൾ നോക്കിക്കൊണ്ട് ഇരിക്കുന്നത്. അതെന്തൊക്കെയാണ്? ഈ മൾട്ടിപ്പിൾ പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ് നമ്മൾ നോക്കേണ്ടത്. എന്തൊക്കെയാണത്? എക്സെപ്ഷണൽ പോയിന്റ്, കൾമിനേറ്റിംഗ് ആൻഡ് എക്സെപ്ഷണൽ പോയിന്റ്, ദ സമ്മറി, ഫിക്ടീഷ്യസ് ആൻഡ് ആർബിട്രറി, വളരെ ഫിക്ടീഷ്യസ് ആയിട്ടുള്ള ആ ഒരു രൂപത്തിൽ, അതുപോലെ തന്നെ ആർബിട്രറി, അവ്യക്തമായിട്ടുള്ള ആ രൂപത്തിലേക്ക് നമുക്ക് ഇതിനെ കാണാൻ പറ്റുന്നില്ല, നമ്മുടെ ചിന്തകളെയും നമ്മുടെ ഒരു വർക്കിനെയും ഒക്കെ. അപ്പൊ പല ആംഗിൾ, ഒരേ ആംഗിളിലൂടെ, ഒരേ വീക്ഷണത്തിലൂടെ എല്ലാവരും പല ആംഗിളിലൂടെ, ചിലപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. നമ്മളിപ്പോ അതില് വെയിറ്റിംഗ് ഫോർ ഗോദോ ഫസ്റ്റ് ആയിട്ട് കാണുന്ന സമയത്ത് എന്താ അതിന് കഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഥ ഇല്ല ശരിക്കും. അതുപോലെ തന്നെ അതിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ മീനിങ്ങും ഇല്ല ശരിക്കും. ഓക്കെ, എന്താ അതിന്റെ മെസ്സേജും കറക്റ്റ് മെസ്സേജ് ഒന്നും ഇല്ല. പിന്നെ എങ്ങനെ ഇത് ക്ലാസിക്കൽ വർക്ക് ആവാം? അപ്പൊ അതാണ് പറയുന്നത്. അപ്പൊ ഇത് ചിലപ്പോ ആർബിട്രറി ആയിരിക്കും. ആ ആർബിട്രറി ആയിട്ടുള്ള ആ ഒരു മേഖല, ആ ഒരു രൂപത്തിലും കൂടി നമ്മൾ നോക്കുന്ന സമയത്ത്, മൾട്ടിപ്പിൾ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ ഇങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് മാത്രമേ ഈ ഒരു വർക്ക് അത്രക്കും പ്രശസ്തിയാകുന്നുള്ളൂ. ഓക്കെ, പക്ഷെ നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരേ ആംഗിളിലൂടെ മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് എ ഹാലോ ഫോർ എ ഫിസിയോഗ്നോമി. ഫിസിയോഗ്നോമി എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനിപ്പം അതിന് പകരമായിട്ട് ഇപ്പം ഉള്ളത് ഒരു ഫിസിയോനോമിയാണ്. ഫിസിയോനോമി അതായത് മുഖലക്ഷണമാണ്. ഇറ്റ് പുട്സ് എ സ്റ്റാച്യു വേർ ദർ വാസ് വൺസ് എ മാൻ ആൻഡ് ഹൈഡിങ് ഫ്രം us all trace of labor, the attempts, the weakness, the failures. It claims not study but veneration. അപ്പൊ നമുക്ക് തരുന്നത് വെറും നമ്മളിപ്പോ ഈ ചരിത്രം എടുത്ത് നോക്കുന്ന സമയത്ത് വെറും ഒരു ആംഗിളിലൂടെ, ഒറ്റ വ്യൂ പോയിന്റിലൂടെ മാത്രമാണ് നമുക്ക് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനുള്ള യഥാർത്ഥത്തിലുള്ള അതിന്റെ വർക്കുകൾ, അതിന്റെ വീക്ക്നെസ്, പോരായ്മകൾ, അതുപോലെ തന്നെ അതിന്റെ അറ്റംപ്റ്റുകൾ,
അതുപോലെ തന്നെ അതിന്റെ ഫെയിലേഴ്സ്, അതിന്റെ ഈ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. അതിന് മറിച്ച് അതിന്റെ വെനറേഷൻ, അതായത് ബഹുമാനം, റെസ്പെക്ട്, ഇത് മാത്രമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ആ വർക്കിനോടുള്ള ഒരു റെസ്പെക്ട് മാത്രമാണ്. ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഒന്നും വേണ്ട, വേസ്റ്റ് ലാൻഡ് എന്ന് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കുക, വെറും വേസ്റ്റ് ലാൻഡ്. അപ്പോൾ വേസ്റ്റ് ലാൻഡിന്റെ ഒരുപാട് പിന്നെ സമ്മറിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ സമ്മറിയും കാര്യങ്ങളും വായിക്കുന്ന സമയത്ത് വേസ്റ്റ് ലാൻഡ് ഇസ് എ ക്ലാസിക്കൽ വർക്ക് ബൈ പിന്നെ T.S. Eliot. അപ്പോൾ T.S. Eliot പിന്നെ ഇൻ ദിസ് വേസ്റ്റ് ലാൻഡ് ഇറ്റ് സേസ് അബൌട്ട് ദ ബാരൻ ലാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ മാഡം സൊസോസ്ട്രോസ് ഈ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഒക്കെ നമുക്ക് കിട്ടുന്നത് അവരുടെ ഒരു ആ വർക്കിന്റെ അപ്രീസിയേഷൻ ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമുക്ക് അതല്ല വേണ്ടത്, അതിന്റെ യഥാർത്ഥത്തിലുള്ള മൂല്യമാണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, അവരുടെ അപ്രീസിയേഷൻ നമുക്ക് ആവശ്യമില്ല. നമുക്ക് വെറും ഈ അപ്രീസിയേഷൻ എന്നുള്ള വേർഡ് അല്ല അവർ ഉപയോഗിച്ചത്. എന്താണ്? വെനറേഷൻ, ബഹുമാനം എന്നുള്ളൊരു വാക്കാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റഡി ഓഫ് പോയട്രിയിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വെനറേഷൻ മാത്രമാണ്. അതിൽ നമുക്ക് എന്ത് കിട്ടുന്നില്ല? ഓക്കെ, ഓൾ ട്രേസ് ഓഫ് ലേബർ, അതിന്റെ ആ ഒരു അധ്വാനത്തിന്റെ ഫലമോ അതിന്റെ അറ്റംപ്റ്റുകളോ, എന്തൊക്കെയാണ് ഈ ഓതർ അതിനെ അറ്റംപ്റ്റ് ചെയ്തത്, അതിന്റെ വീക്ക്നെസ്സുകളോ അതിന്റെ ഫെയിലേഴ്സോ, ഇതൊന്നും നമുക്ക് കിട്ടുന്നില്ല. അതൊക്കെയാണ് നമുക്ക് കിട്ടേണ്ടത്. അതിന്റെ വീക്ക്നെസ് കിട്ടണം. ഒരു കവിത ഉണ്ടെങ്കിൽ അതിന്റെ വീക്ക്നെസ് കിട്ടണം, അതിന്റെ ഫെയിലേഴ്സ് കിട്ടണം. ഓക്കെ, അതിന്റെ ക്ലെയിംസ്, അതിന്റെ ലേബർ, അധ്വാനം, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടേണ്ടതാണ്. പക്ഷെ അതൊന്നും നമുക്ക് കിട്ടുന്നില്ല. മറിച്ച് അതിന്റെ വെനറേഷൻ മാത്രമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതും കൂടി ഒന്ന് എഴുതാട്ടോ. ഓക്കെ, മിസ്റ്റർ ചാൾസ് ഡി ഹാരിക്കോൾട്ട്, a famous critic, says, റിപ്പീറ്റ് ചെയ്യാം. അതായത് ബോർഡിലുണ്ട്. മിസ്റ്റർ എം ചാൾസ് ഡി ഹാരിക്കോൾട്ട്, a famous critic says that, inverted comma start here, the cloud of glory, the cloud, megam, the cloud of glory playing round a classic, playing round a classic is a mist as dangerous to the future of a literature Future of literature. as it is intolerable for the purposes of history. Inverted comma close ചെയ്യാ, full stop. അടുത്ത പോയിന്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇൻവേർട്ടഡ് കോമ സ്റ്റാർട്ട് ചെയ്യാം. ഇറ്റ് ഹിൻഡേഴ്സ് us, ഹിൻഡർ എന്ന് പറഞ്ഞാലേ തടസ്സപ്പെടുത്താൻ, hinders us from seeing more than one single point, comma, the culminating and
exceptional point, semicolon, the summary hyphen fictitious and arbitrary, comma, of a thought and of a work, of a thought and of a work. At the last point, it substitutes a halo. Halo കിട്ടില്ല നിങ്ങള്? luminous halo എന്ന് കിട്ടി. പ്രകാശ വലയം എന്നാണ്. A halo for a physiognomy. Physiognomy, the bottle ഉണ്ട്. Physiognomy, for a physiognomy, comma, it puts a statue. Sir, of a work പറഞ്ഞിട്ട് Okay. Of a halo പറഞ്ഞല്ലേ? വർക്ക് കഴിഞ്ഞിട്ട് അടുത്ത പോയിന്റ് ആണ്. It substitutes a halo for a physiognomy, comma, it puts a statue where there was once a man. Comma, and hiding from us. അതായത് മുമ്പ് മനുഷ്യനുള്ള സ്ഥാനത്ത് നമുക്കിപ്പോ അതിന് പകരമായിട്ട് വെച്ചിരിക്കുന്നത് ഒരു സ്റ്റാച്യു മാത്രമാണ്. ആ സ്റ്റാച്യു മാത്രമാണ് നമുക്ക് കിട്ടുന്നത് സ്റ്റഡി ഓഫ് പോയട്രിയിൽ. നമ്മൾ പോയട്രിയെ പഠിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് വെറും സ്റ്റാച്യു മാത്രം. ആ സ്റ്റാച്യു എന്ന് പറയാൻ കാരണം എന്താ? ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ, അതിന്റെ അപ്രീസിയേഷൻ, അതിന്റെ വെനറേഷൻ മാത്രമാണ് കിട്ടുന്നത്. യഥാർത്ഥത്തിലുള്ള ആ കവിതയെ കുറിച്ചുള്ള വിവരണങ്ങൾ നമുക്ക് കിട്ടുന്നില്ല. Where there was once a man, comma, and hiding from us all trace of labor, all trace of labor, comma, the attempts, the attempts. Sir, hiding from us എന്താണ്? All trace of labor. The bottle is all trace of labor, comma, the attempts, comma, the weaknesses, comma, the failures, comma, it claims not study, but veneration. ആ വെനറേഷൻ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം. വെനറേഷൻ ഇവിടെ ഉണ്ട്. ഒന്ന് റിപ്പീറ്റ് ചെയ്യുമോ? ഫെയിലേഴ്സ് ബട്ട് വെനറേഷൻ, അതല്ലേ പറഞ്ഞത്? അല്ല, റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞേ. ഫെയിലിയേഴ്സ് കഴിഞ്ഞിട്ടുള്ളത് അത്രേ ഉള്ളൂ. ബട്ട് മാത്രമേ ഉള്ളൂ. The failures, comma, it claims not study, it claims not study but veneration. ഇപ്പൊ സ്റ്റഡി ആവുന്ന പഠിക്കുകയാണെങ്കിൽ എന്തൊക്കെ വേണം അതില്? ഒരു എന്താണ്, ഒരു കവിതയുടെ പഠനമാണ് നിങ്ങൾ നടത്തണമെങ്കിൽ അത് എഴുതിയ ലേബർ വേണം, അതിന്റെ അറ്റംപ്റ്റ് എന്തൊക്കെയാണ്, ശ്രമങ്ങൾ അയാൾ ശ്രമിച്ചത് എന്നുള്ളത് വേണം, അതിന്റെ വീക്ക്നെസ് വേണം, അതിന്റെ ഫെയിലേഴ്സ് വേണം, ഈ കാര്യങ്ങളൊക്കെ വേണം. പക്ഷെ നമുക്കിപ്പോ എന്താ കിട്ടുന്നത്? അതൊന്നും കിട്ടുന്നില്ല. അതിന്റെ വെനറേഷൻ, അതിന്റെ ബഹുമാനം,
അതിനെക്കുറിച്ചുള്ള അപ്രീസിയേഷൻ മാത്രമേ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളൂ. അതിന്റെ ആ ഒരു ആശങ്കയാണ് ഇദ്ദേഹം പങ്കുവെക്കുന്നത്. ഓക്കെ, ഞാൻ ഈ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. പക്ഷെ നിങ്ങൾക്ക് 4 വീഡിയോസ് ഞാൻ അയച്ചു തന്നിരുന്നു ടെൻസിന്റെ. തുടങ്ങിയോ നിങ്ങള്? അടുത്ത ആഴ്ച നമുക്ക് എക്സാം നടത്തണം. 3 ചാപ്റ്ററാണ് പറഞ്ഞത്. അപ്പം ഒരു ചാപ്റ്ററിന്റെ ഒരു ടോപ്പിക്കിന്റെ വീഡിയോസ് ഞാൻ അയച്ചു. 2 ടോപ്പിക്കിന്റെ കൂടി നാളെ ഞാൻ അയച്ചു. അപ്പൊ അതിന് ശേഷം കറക്റ്റായിട്ട് നമുക്കൊരു എക്സാം നടത്തണം. എക്സാമിന് ഞാൻ ഗ്രൂപ്പിൽ സംസാരിക്കാം. എല്ലാവരും വെല്ലിങ് ആവണം എക്സാം പിന്നെ എഴുതാൻ. ഓക്കെ, എന്നിട്ട് നമുക്ക് കറക്റ്റ് ടോപ്പിക്ക് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്. ഇനിയും കുറച്ചും കൂടി ഉണ്ടാക്കിയിട്ട് ഞാൻ എക്സാം നടത്തും കേട്ടോ. ഓക്കെ, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് പോകണം. ഇതൊക്കെ വരുന്ന സമയത്ത് എന്താണ് നെക്സ്റ്റ് വീക്കിൽ നടത്തിക്കൂടെ നമുക്ക്? അല്ല സർ, എത്ര മാർക്കിന് ഉണ്ടാവുക? മാർക്ക് നമുക്ക് ഫിക്സ് ചെയ്യാം. ഒരു 100 മാർക്ക് കൊടുത്തൂടെ? 100 കൊടുത്തൂടെ? ഒരു 2 hours എക്സാം നടത്താം അല്ലേ? 2 hours അല്ലെങ്കിൽ 1.25 മണിക്കൂറിന്റെ എക്സാം നടത്താം. 8 ടോപ്പിക്സോ? എത്ര ടോപ്പിക്സ് ആണ് സാർ ആ ഗ്രൂപ്പിൽ? 3 ടോപ്പിക്സ്. സർ, ഒരു മൊഡ്യൂളിന് ഒരു എക്സാം അങ്ങനെയാണോ? ഒരു മൊഡ്യൂളിലെ എല്ലാ ടോപ്പിക്സും അല്ല, ഒരു മൊഡ്യൂളിൽ ചിലപ്പോൾ 2 or 3 എക്സാം നടത്തും. സാർ ഇപ്പൊ നേരത്തെ മറ്റേ ആർട്ടിക്കിൾസും പ്രൊപ്പോസിഷൻസും ടെൻസസും അതെല്ലാം അങ്ങനെ ഓരോ കുറച്ച് ടോപ്പിക്സ് ആയിട്ട് അങ്ങനെയാണോ? അതിന് എക്സാം ആ 3 എണ്ണത്തിനുള്ളത് 100 മാർക്കിൽ എക്സാം. അല്ലാതെ മറ്റെല്ലാം കൂടി തികയൂല. കുറച്ച് ഇടാൻ കഴിയുള്ളൂ. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യാം. എന്നിട്ട് ആ ക്വസ്റ്റ്യൻസ് നമുക്ക് എടുത്തു വെക്കണം. എന്നിട്ട് ഒന്ന് റിവിഷൻ നടത്താം. ലാസ്റ്റില് എക്സാമിന്റെ സമയത്തേക്ക് നമുക്ക് ഒന്ന് റിവിഷൻ ഒക്കെ നടത്താം. സർ, അപ്പൊ നെക്സ്റ്റ് വീക്കിൽ ഏതൊക്കെയാണ് ആർട്ടിക്കിൾ, ടെൻസസ്, പിന്നെ ഏതാണ്? ടെൻസും ആർട്ടിക്കിളും പിന്നെ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? പ്രിപ്പോസിഷൻ. ഞാൻ ഏതായാലും പിന്നെ ഇതിൽ വിടും, നമ്മുടെ പിന്നെ ഗ്രൂപ്പില് വീഡിയോസ് ഇടും. അത് യൂട്യൂബിലാണ് വിടുക. അപ്പൊ അതുകൊണ്ട് പിന്നെ നഷ്ടാവില്ല അത്. പിന്നെ അപ്പൊ അങ്ങനെ ചെയ്യാം. ഏതായാലും നല്ല ഉഷാറായിട്ട് പഠിക്കട്ടോ. ഓക്കെ, സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലൊക്കെ സജീവമായിട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിട്ടാൽ മതി. ഗ്രാമറിലൊന്നും ഒരു സംശയങ്ങൾ ഉണ്ടെങ്കിലും അറിയാത്തതായിട്ട് വളരെ കുറവേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് വിട്ടോളൂ ഗ്രൂപ്പിലൊക്കെ കേട്ടോ. ചില ആളുകളൊക്കെ പേഴ്സണലായിട്ട് ചോദിക്കാറുണ്ട് സംശയങ്ങൾ. പിന്നെ വേണമെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. Thank you, sir. Good night. Good night. Thank you, sir.